Praise the Lord. Praise the Lord. Hallelujah. 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 കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആണ്ടവരുടെ പരിശുദ്ധ നാമയ്ക്ക് മഹിമയുണ്ടാവதாக. ഇന്ന് രാത്രിയിൽ ഇന്ന് ഇരവ് വേളയിൽ ബലപ്പെട്ട ദൈവദാസനോടും ഇവിടെയുള്ള ദൈവമക്കളോടും ഒരുമിച്ച് വിലയേറപ്പെട്ട ദേവദാസൻ ഇங்கே ഇരിക്കുന്ന എല്ലാ ആത്മീയ പിള്ളകളോടും ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക, ഒന്നാകെ ചേർന്ന് ആണ്ടവരെ മഹിമപ്പെടുത്തുമ്പടി നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുക്കാக സ്തോത്രിക്കരെ. രണ്ടാമത്തെ അല്ല, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ രണ്ടാമതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലെ രണ്ടാമത് വാട്ടിത இந்த இடத்துக்கு കടന്നു വരുന്നവരെ. ഇത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ ആശീർവദിക്കപ്പെട്ട ഒരു ഭാഗ്യമായി ഞാൻ നിனைக்கிறேன். വളരെ ശ്രേഷ്ഠന്മാരായ അനേക ദേവദാസന്മാർ ഇവിടെ നിന്ന് വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. വളരെ മേന്മയാണ് ശ്രേഷ്ഠ ഊഴിയക്കാർ இந்த இடத்துல അനേക ഊഴിയങ്ങളെ ചെയ്തിരിക്കുന്നത്. അവരുടെ സാന്നിധ്യം കൊണ്ടും അവരോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടും ഇത് വളരെ ശ്രേഷ്ഠമാണ്. പരിശുദ്ധ ആവിയോട് ചേർന്ന് മറ്റ് എല്ലാ സഹോദരന്മാരെയും ഓർത്ത് സ്തോത്രം, പ്രത്യേകിച്ച് സാംസൺ അങ്ങനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാവരോടും ചേർന്ന് സാംസൺ പാസ്റ്ററോടും ചേർന്ന് ആണ്ടവരെ ആരാധിക്കുമ്പടി ഉദവി ചെയ്തുക്കാ സ്തോത്രിക്കണേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. വളരെ നന്ദിയോട് നിറയെ പാട്ടി ഇവർക്ക് ഹെൽപ്പ് പണിയിരിക്കുന്നത്. പ്രൈസ് സോളമൻ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ മീറ്റിങ്ങിന് ശേഷം നാളെ എൻ്റെ ഒരു ഫ്രണ്ട്സുമായിട്ട് ചെന്നൈയിൽ എനിക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ചെന്നൈയിൽ തങ്ങേണ്ടത് കൊണ്ട് ഞാൻ പാസ്റ്ററോട് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ സമയം കളയണ്ട എന്ന് വിചാരിച്ചാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ചൊരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. ஏற்கனவே ஒரு 3 நாள் மீட்டிங் முடிச்சதுக்கப்புறம் இங்கே சென்னைக்கு வர வேண்டிய ஒரு ஃப்ரெண்ட் இருக்குது. அவரை சபைக்கு போகும்படி வந்தேன். ஒரு நாளைக்கு மிஸ் பண்ண வேண்டாம்னு நினச்சி ஆண்டவருக்காக நேரத்தை பயன்படுத்தும்படி இன்னைக்கு நம்ம நடுவில் கடந்து வந்திருக்கிறேன். ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. സ്തോത്രം. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. ഒരു നിമിഷങ്ങൾ നമുക്ക് ആണ്ടവരുടെ വചനത്തെ ധ്യാനം പண்றோம். ആത്മീയ കൂടിവരവുകളിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആവിക്കുറിയ വാഴിയിൽ നമ്മൾ കടന്നു വന്ന ആണ്ടവരുടെ വാർത്തയെ ധ്യാനം പண்றது നമുക്ക് വിലയേറപ്പെട്ടതായി നമ്മൾ നിனைக்கிறேன். ദൈവം നമ്മോട് സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. ആണ്ടവർ നമ്മോട് പേശ വേണ്ടിയത് ദേവന്റെ വാർത്തയിനാല. ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തിരുവെഴുത്തിനെ സമീപിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിക്കും. ദേവന്റെ സത്യത്തെ നമ്മൾ കേൾക്കുമ്പടി നമ്മുടെ ആണ്ടവരുടെ വാർത്തയ്ക്ക് നമ്മൾ ഒപ്പുകൊടുത്താൽ ആണ്ടവർ പേശുവാർ. ഏതു സാഹചര്യത്തിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മളെ മുൻപോട്ട് പോകുവാൻ സഹായിക്കും. ഏത് സൂழ்நிலைയിലും ആണ്ടവരുടെ വാർത്ത നമ്മോട് തിട്ടമാക പേശുവാർ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആരാധന വളരെ ശ്രേഷ്ഠമാണ്. ഉങ്ങളുടെ ആരാധന വളരെയധികം നല്ലതായിരിക്കേ. പാസ്റ്റർ രൂപൻ കേരളത്തിൽ ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ട്. പാസ്റ്റർ കേരളാവിലെ നിറയെ വാട്ടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടും വർഷിപ്പും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പാസ്റ്ററുടെ ആരാധനയും വർഷിപ്പും എല്ലാമേ കേരളയിൽ ഇരിക്കുന്നവർക്ക് അത്തனை പേർക്കും ரொம்ப പിടിച്ചതാണ്. ആമേൻ. ആമേൻ. അദ്ദേഹത്തിൻ്റെ ടീം വന്നിട്ടുണ്ട്. പാസ്റ്ററിൻ്റെ ടീമും കേരളത്തിൽ പാസ്റ്റർ ഇങ്ങനെ ടീമോടെ നമ്മൾ കേരളയിൽ നിറയെ വാട്ടി വന്നിരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ 2025 ഒരു മെഗാ ക്രൂസൈഡ് നമ്മൾ കേരളത്തിൽ നടത്തും. കർത്താവുടെ ആണ്ടവരുടെ സിദ്ധമാണാൽ 2005 കേരളത്തിൽ പെരിയൊരു ക്രൂസൈഡ് നടത്തുമ്പടി ഞങ്ങൾ നിனைக்கிறேன். നിങ്ങളും ജപം പണ്ണുങ്ങളെ. ഞാൻ അതിനുള്ള സ്റ്റേഡിയം ഇപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ട്. അതുക്കുള്ള സ്റ്റേഡിയം ഇപ്പവേ പാത്തു വെച്ചിരിக்கிறேன். സമയമാകുമ്പോൾ നിങ്ങളുടെ ദൈവദാസനുമായിട്ട് കടന്നു വരിക. നേരം വന്ന് വിടുമ്പോൾ ദേവദാസന്മാർ കടന്നു വന്ന് അന്ത ക്രൂസൈഡ് നടത്തുവാർ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം. യോഹന്നാൻ എഴുതുന്ന സുവിശേഷം 3-ാം അധ്യായം. യോഹന്നാന്റെ ലേഖനം 3:1. 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ. 1 യോവാൻ 3-ാം അധ്യായം 1-ാം വചനം. 1-ാം വചനം. 1 യോവാൻ 3-ാം അധ്യായം 1-ാം വചനം. നമ്മെയും അറിയുമില്ലേ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു.
மலையாளத்தில் அப்படி தான் எழுதப்பட்டது. தமிழ் ஒன்று படிச்சாட்டா. நாம் தேவனுடைய பிள்ளைகள் என்று அழைக்கப்படுவதாக பிதாவானவர் நமக்கு பாராட்டின அன்பு எவ்வளவு பெரிதென்று பாருங்கள். മതി, എത്ര മതി. ആമേൻ. യോഹന്നാന്റെ ലേഖനത്തിൽ യോവാനുടെ നിരൂപത്തിൽ 1-ാം വാക്യത്തിലൂടെ 2 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ശാന്തമായി പറയുന്നത്. 1-ാം വസനത്തിലൂടെ 2 വിഷയങ്ങളെ ഇന്നേക്ക് ഉങ്ങളുടെ മധ്യത്തിൽ ഞാൻ പകർന്നു കൊടുക്കാൻ പോറേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള ഭാഗ്യം. ഒന്ന് നാം ദേവ പിള്ളകൾ എന്ന് കൂപ്പിടുമ്പടി ആണ്ടവർ നമുക്കൊരു ഭാഗ്യത്തെ കൊടുത്തിരിക്കുന്നു. 2 അതിനുള്ള സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചു. അതിക്കുള്ള അൻപ് ആണ്ടവർ നമ്മ മേലെ ഊറ്റപ്പെട്ടിരിക്കുക. 2 കാര്യങ്ങളാണ് യോഹന്നാൻ വ്യക്തമായി പറയുന്നത്. 2 വിഷയങ്ങളാണ് യോവാൻ இந்த നിരൂപത്തിലൂടെ നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മളെ ദൈവമക്കളാക്കി. ഒന്ന്, നമ്മളെ ആണ്ടവർ പിള്ളകളാക്കി വെച്ചാൽ. തിരുവെഴുത്ത് പറയുന്നു, വസനം இப்படி சொல்லுகிறேன், മുമ്പേ നമ്മൾ ദൈവമക്കൾ അല്ലായിരുന്നു. മുന്നേ നമ്മൾ ദേവ പിള്ളകൾ കിടയാതെ. എന്നാൽ ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി. എന്നാൽ ആണ്ടവർ നമ്മളെ ദേവ പിള്ളകളാக മാറ്റിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? 2 തൻ്റെ സ്നേഹത്തിലൂടെ, തൻ്റെ അൻപിലൂടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൽ ദൈവമക്കളാക്കി എന്ന വാക്യത്തിലാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിൽ ആണ്ടവർ പിള്ളകളാക്കി വെച്ചിരിക്കുന്ന അതിൽ മുൻതൂക്കം കൊടുത്തുതാ നാം പേസ പോകറേ. അതുക്ക് മുന്നേ ദൈവമക്കളാക്കുവാൻ വേണ്ടി ദൈവം നമ്മോട് കാണിച്ച നിസ്സീമമായ നിഷ്കളങ്കമായ ആ സ്നേഹത്തിന്റെ ആഴമറിയണം. നമ്മെ ദേവ പിള്ളകളാക്കി വെക്കുന്നതുക്കാകെ ആണ്ടവർ നമ്മ മേലെ വെച്ചിരിക്കുന്ന அந்த അൻപ് നമ്മൾ ഇന്നേക്ക് പുരിந்து കൊള്ള വേണം. ആമേൻ. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം, ഉലകത്തിലെ ഏറ്റവും പെരിയതായി കണക്കാക്കപ്പെടുന്ന അൻപ് ഏതാണ്? ഏത്? ഉലകത്തിലെ ഏറ്റവും പെരിയ അൻപ് തായിനാണ് സ്നേഹം. ഉലകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാണ്. ഉലകത്തിലെ ഏറ്റവും പെരിയതാണ് അൻപ് തായ് തകപ്പൻ അൻപതാ. ആ സ്നേഹം പോലും നിർവ്യാജമല്ല. ആ സ്നേഹത്തിക്ക് എന്താ കലപ്പണം കിടയാതെ. ഓക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാതൃസ്നേഹം പോലും നിഷ്കളങ്കമല്ല. ஆனால் தாய் தகப்பன் அன்போடு உண்மையானது கிடையாது. ആമേൻ. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പ്രതിഫലം ഇച്ഛിക്കാത്തുള്ള സ്നേഹമാണ്. ഉണ്മயான അൻപ് ഏതാത് നമുക്ക് கிடைக்குമെന്ന് அப்படி ഒരു എതിർപ്പാർപ്പില്ലാത്ത അൻപതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഉള്ള സ്നേഹം, ഏതാത് എതിർപ്പാർപ്പ് கிடைக்காத അൻപ്. ആമേൻ. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം പ്രതിഫലം ഇച്ഛിക്കുന്നതാണ്. തായ് തകപ്പനുടെ അൻപ് ഏതാത് എതിർപ്പാർപ്പോട് കൂടി ഉള്ളതാ. ശരിയാണോ? കറക്റ്റാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. മോന്റെ പേരെന്താണ്? ഷാന. നല്ല പേര്. ഷാനയുടെ അമ്മയാ? ഷാനയുടെ അമ്മയ്ക്ക് ഷാനായോട് വലിയ സ്നേഹമുണ്ടോ? നല്ല സ്നേഹമാണ്, ഇല്ലയോ? ശരിയാണോ ഷാന? ഉണ്മയാണോ അത് കേൾക്കറേ? ഉങ്ക അമ്മക്ക് ഉങ്ക മേലെ നിറയെ അൻപ് ഇരിക്കാതെ കേൾക്കറേ. നല്ല വസ്ത്രം മേടിക്കും, നല്ല ആഹാരം കൊടുക്കും, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. ഷാനയ്ക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സാധ്യമാക്കി കൊടുക്കും. அந்த ஷானைக்கு என்ன தேவை இருக்குது? அன்பு, நல்ல வஸ்திரத்தை கொடுப்பேன், நல்ல சாப்பாடு கொடுப்பேன், ஏதெல்லாம் தேவை இருக்குது அதெல்லாம் அவங்க கொடுப்பா. ഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഷാനയുടെ അമ്മ
ഈ കഷ്ടതയെല്ലാം സഹിക്കുന്നത്. ஷானிக்கு வேண்டிதான் அவங்க அம்மா இந்த கஷ்டப்பாடுகளிലൂടെ കടന്നു പോകറേ. ആമേൻ. ആമേൻ. അത് റിയലാണ്, അത് കറക്റ്റാണ് കാര്യം താ. പക്ഷേ ആണാലും ഷാനയുടെ അമ്മയുടെ ഉള്ളിൽ മറ്റൊരാഗ്രഹമുണ്ട്. ഷാനയുടെ അമ്മക്കുള്ള ഇനിയൊരു എതിർപ്പാർപ്പ് ഇരിക്കുന്നത്. ഇതെല്ലാം ഷാനയ്ക്ക് കൊടുക്കുമ്പോൾ, ഇതെല്ലാമേ ഷാനയ്ക്ക് കൊടുക്കുമ്പോൾ, ഞാൻ ഷാന എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്, എല്ലാവരുടെയും കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെല്ലാം കൊടുക്കുമ്പോൾ, ഇതെല്ലാമേ കൊടുക്കുമ്പോൾ ഷാനയുടെ അമ്മയുടെ ഉള്ളിൽ ആഗ്രഹം എന്താണെന്നറിയാമോ? ഷാനയുടെ ആ തായുടെ ഉള്ളിലെ ഒരു ആർവം ഇരിക്കുന്നത്, നാളെ ഞാൻ പ്രായമായി, നാളെ ഞാൻ വയസ്സാകുമ്പോൾ, ജഡാനരകൾ ബാധിച്ച് വയസ്സാക വന്നതുക്കപ്പുറം ക്ഷീണിതരായി തീരുമ്പോൾ, ரொம்ப ബലവീനപ്പെട്ടിരിക്കുമ്പോൾ, എന്റെ മകൾ എന്നെ സഹായിക്കും എന്ന ഒരു കുഴந்தை எனக்காக ഒരു എതിർപ്പാപ്പോടെ എന്നെ പാതുകാപ്പാ. ആമേൻ. ആമേൻ. ശരിയല്ലേ? ഓക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിഷ്കളങ്കമായ സ്നേഹമാണോ? അത് ഉണ്മயான സ്നേഹമാണോ? പ്രൈസ് ദി ലോർഡ്. അല്ല. അല്ല. നാളെ എൻ്റെ മകൾ എനിക്ക് സഹായമാകും, എനിക്ക് തുണയാകും, എനിക്ക് താങ്ങാകും എന്നുള്ളൊരു ആഗ്രഹത്വം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നാളേക്ക് அந்த குழந்தை எனக்கு ஒரு உதவி செய்வே, என்னை பாதுகாப்பே, என்னை அன்பா நேசிப்பே, அப்படிப்பட்ட ஒரு எதிர்பார்ப்போடு கூடி தான் அந்த தாய் அந்த மகளுக்காக இதெல்லாம் செய்கிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ മക്കളെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, പപ്പ പ്രായമാകുമ്പോൾ നിങ്ങൾ നോക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ പിള്ളേകളെ കൂപ്പിട്ട് അവരെ അവരോട് കേപ്പ, எனக்கு വയസ്സാകുമ്പോൾ നീങ്ക എന്നെ പാതുകാപ്പീங்களான்னு കേൾപ്പാങ്ക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അപ്പടി ഒരു വാഞ്ച ഇരിക്കുന്നത്, ഒരു ആർവം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. അതുക്കെല്ലാം നമ്മൾ ഒരു എതിർപ്പാർപ്പോട് കൂടി தான் அந்த അൻപ് കൊടുക്കறേ. എന്നാൽ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ஆனால் எந்த எதிர்பார்ப்பும் இல்லாതെ നമ്മെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ടെങ്കിൽ അത് കാൽവരിയിലെ യേശുവിന്റെ സ്നേഹം മാത്രം. നമുക്ക് അൻപ് കൊടുത്തൊരു ദേവൻ ഉണ്ടെങ്കിൽ അവർ ആണ്ടവരായ യേശു ക്രിസ്തുതാ. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ, എന്ത എതിർപ്പാർപ്പും കിടക്കാതെ, ഒരു നന്മയും പ്രതീക്ഷിക്കാതെ, ഒരു നന്മയും അവർ എതിർപ്പാർക്കാതെ, ഒരു യോഗ്യതയും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാതെ, നമുക്ക് എന്ത തകുതിയും ഇല്ലാതിടത്തിലും ആഴമേറിയ അഗാധമേറിയ സ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞ ഒരേ ഒരുവൻ കർത്താവായ യേശു മാത്രമാണ്. നമുക്ക് പെരിയാൻ ഒരു ആശീർവാദത്തെ കൊടുത്തത് നമ്മൾ ആരാധിക്കുന്ന ആണ്ടവരായ യേശു ക്രിസ്തുതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ സ്നേഹിക്കുവാനായിട്ട് യാതൊരു യോഗ്യതയും നമുക്കില്ല. നമ്മിൽ അൻപ് കൂറുമ്പടി എന്ത തകുതിയും നമ്മുടെ വാഴിയിൽ കിടയാതെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആണ്ടവൻ നമ്മെ സ്നേഹിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ല. ആണ്ടവരായ യേശു ക്രിസ്തു നമ്മെ നേസിക്കുന്നതിന് എന്തൊരു തകുതിയും നമുക്കുള്ള ഇല്ല. നമുക്കുള്ള യോഗ്യത എന്നറിഞ്ഞാൽ ആരും നമ്മെ സ്നേഹിക്കില്ല. നമുക്കുള്ള ഇരിക്കുന്ന തകുതി തെരിഞ്ഞാൽ ആരും നമ്മളിൽ അൻപ് കൂറമാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കുണ്ടായിരുന്ന ഒരു 4 യോഗ്യത ഞാൻ വേഗത്തിൽ പറയാം. നമുക്കിരിക്കുന്ന ഒരു 4 തകുതി എന്നാന്നുള്ളത് ഞാൻ വേദത്തിലൂടെ ചൊല്ലപ്പോകാം. ആമേൻ. പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് നമുക്കുണ്ടായിരുന്ന യോഗ്യത എന്താണെന്ന്. പൗല് വന്ന് തിട്ടവും തെളിവുമാക പേശുകരേ നമുക്കുള്ള തകുതി എന്നാന്നുള്ളത്. നിങ്ങളത് വായിക്കൂ. റോമാലേഖനം റോമർക്ക് എഴുതുന്ന നിരൂപം 5-ാമത്തെ അധ്യായം 5-ാം അധികാരം അതിന്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ. അതിനുടെ 5 മുതൽ കീഴെ വാസിക്കലാം. ആമേൻ. റോമാലേഖനം 5:5 മുതൽ. ആ ആ ദേവനുടെ അൻപ്, ദേവനുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് പോലെ, ആണ്ടവരുടെ അൻപ് നമ്മുടെ ഹൃദയത്തുക്കുള്ള ഊറ്റപ്പെട്ടതുപോലെ ഒന്നാമത്തെ നമ്മുടെ യോഗ്യത പൗലോസ് പറയാണ്, നാം ബലഹീനരായിരുന്നു. ഒന്നാമത്തെ വിഷയം, നമ്മൾ ബലഹീന പാത്രങ്ങളായിരുന്നു. ബലഹീനരെന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ മലയാള അർത്ഥം, ബലവീനം എന്ന് சொன்னால் അതിന്റെ ഒറിജിനൽ മലയാള അർത്ഥം ഉപയോഗശൂന്യമായത്, എതുക്കും തകുതി ഇല്ലാത്തത്, പ്രയോജനരഹിതമായത്. നമുക്കുണ്ടായിരുന്ന ഒരു യോഗ്യത പൗലോസ് പറയാണ്, നാം ബലഹീനരായിരുന്നു. നമുക്കിരിക്കുന്ന തകുതി എന്നാന്ന് പൗലോസ് ചൊല്ലുകരെ നമ്മൾ എതുക്കും പ്രയോജനമില്ലാത്തവങ്ങളായിരുന്നു. ഒന്നാമത്തെ യോഗ്യത, ഒന്നാമത്തെ തകുതി. വായിക്കൂ അടുത്തത്. രണ്ടാമത് പഠിച്ചാട്ടെങ്ക.
ആ മേൻ അതിന്റെ 6-ാം വാക്യം ഒന്നുകൂടി വായിക്കൂ. 6-ാം വചനം ഒന്നുകൂടെ പഠിച്ചാട്ടെ. ആ ക്രിസ്തുവിന്റെ അക്രമകാരൻ, മലയാളത്തില് അഭക്തരെന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്തി കെട്ടവർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭക്തി ഇല്ലാത്തവർ. ആമേൻ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ് ഭക്തി ഇല്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇനി മൂന്നാമത്തെ പറയാമേ. മൂന്നാമത്തെ ചൊല്ലുகிறേ. 8-ാം വാക്യം. 8-ാം വാക്യം. 8-ാം വചനം. ആമേൻ. നാം ആരായിരുന്നു? നമ്മൾ ആരായിരുന്നത്? ഹല്ലേലൂയ. ഒന്ന് നമ്മള് ബലഹീനരായിരുന്നു. ഒന്ന് നമ്മൾ ബലഹീന പാത്രമായിരുന്നത്. 2 നമ്മൾ അഭക്തരായിരുന്നു. 2 നമ്മൾ ഭക്തി കെട്ടവരായിരുന്നത്. 3 നമ്മൾ പാപികളായിരുന്നു. 3 നമ്മൾ പാപികളായിരുന്നത്. നമ്മുടെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയാ, നമുക്കിരിക്കുന്ന തകുതി ഇതാ. ഇനി ലാസ്റ്റ് 9-ാമത്തെ വാക്യം. 9-ാമത് വചനം. ആ ആ അടുത്തത്, നാം ദേവനുക്ക് ശത്രുക്കളായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് യേശുവിനെ ഇന്ന് രാത്രി ശക്തമായി പാടി ആരാധിക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന മുമ്പ് തിരിഞ്ഞു നോക്കിയാൽ ഈ യേശുവിനെ ഏറ്റവും അധികം തള്ളിപ്പറഞ്ഞവരാ. இங்கே உட்கார்ந்திருந்து தேவனை பாடி ஆராதிக்கிற நீங்கள் ஒருவேளை ഒന്ന് திரும்பி பார்த்தால் ഏറ്റവും അധികமாக ആണ്ടവരെ പുറക്കടിച്ചവർ ഇங்கே ഉட்கார்ந்திരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ യേശുവിനെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരായിരുന്നു. ചില നാളുകൾക്കപ്പുറം നമ്മളൊന്ന് യോസിച്ച് பார்த்தாൽ ആണ്ടവരെ ഏറ്റുകൊള്ളുമ്പടി തകുതി ഇല്ലാത്തവരായി ആണ്ടവരേക്ക് നമ്മൾ വിട്ട് വിളയുന്നവരാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലഹീനരായിരുന്ന, അഭക്തരായിരുന്ന, ഭാവികളായിരുന്ന, ശത്രുക്കളായിരുന്ന നമ്മിൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ആഴമേറിയ സ്നേഹം പ്രദർശിപ്പിച്ചതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഇല്ലാത്തവരായിരുന്ന നമ്മൾ ആണ്ടവരെ പുറക്കടിച്ച ഹല്ലേലൂയ. ஆனால் ആണ്ടവരുടെ അൻപ് നമ്മളെ இந்த அளவுக்கு നമ്മളെ നിൽക്ക വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യാതൊരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും, ഹല്ലേലൂയ, യാതൊരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും, ഹല്ലേലൂയ, തകുതിയുമില്ലാതെ ഇരുന്നിട്ടും, ആമേൻ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് 2:20, ആമേൻ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ജീവനെ കൊടുത്ത യേശു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ നിരൂപത്തിൽ 2-ാം അധികാരത്തിൽ പൗലോസ് சொல்லுகிற ഹല്ലേലൂയ, എന്നിൽ നേസിത്ത് എന്നിൽ അൻപ് കൂർന്ന്. 2:20 വായിക്കും. നല്ലതാ. 2:20 പഠിച്ചാട്ടെങ്കിൽ. 2:20 ഗലാത്യ. സാവധാനം പറഞ്ഞാൽ മതി. 2:20 ഗലാത്യ. ഹല്ലേലൂയ. ഗലാത്യ 2:20. ഗലാത്യ 2:20. ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. ആ ആ എന്നിൽ സ്നേഹം വെച്ച്, എന്നിൽ അൻപ് വെച്ച് എന്ത് ചെയ്തു? ആ എനിക്കാകെ തന്നെത്താൻ ഒപ്പെന്ന് പറഞ്ഞ എന്താ? ഒപ്പെന്ന് പറഞ്ഞ അർപ്പിച്ചു, മരിച്ചു. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇങ്ങ നിങ്ങൾ എന്നാ ചെയ്യ വേണമെന്ന് தெரியுமா? ആമേൻ. ആമേൻ. എനിക്കാകെ എന്നുള്ള പദത്തിലേക്ക് എനക്കാകെ എഴുതപ്പെട്ടിരിക്കുന്ന അന്ത വാക്ക് റോമാലേഖനത്തിലെ 4 കാര്യങ്ങൾ എടുത്ത് അങ്ങോട്ട് വെക്കണം. റോമാലേഖനത്തിൽ നമ്മൾ വാസിച്ച 4 കാര്യങ്ങൾ അതിനോട് ചേർത്ത്. ബലഹീനരായിരുന്ന, അഭക്തരായിരുന്ന, പാവിയായിരുന്ന, ശത്രുവായിരുന്ന എന്നെ ആമേൻ സ്നേഹിച്ചുകൊണ്ട് ആമേൻ തന്നെത്താൻ എനിക്ക് വേണ്ടി ആമേൻ ക്രൂശിൽ മരിച്ച യേശു. Praise the Lord. Hallelujah. 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 സ്തോത്രം. നിങ്ങൾ സ്വയം ശോധന ചെയ്തു നോക്കൂ.
നിങ്ങളൊന്ന് ഹാലലിയ ഒന്ന് ആരാഞ്ഞു പാർക്ക്. Praise the Lord. ബലഹീനായ മനുഷ്യനെ ആരും സ്നേഹിക്കാറില്ല, അഭക്തനെ ആരും സ്നേഹിക്കാറില്ല, പാപിയെ ആരും സ്നേഹിക്കാറില്ല, ശത്രുവിനെ ആരും സ്നേഹിക്കാറില്ല. എന്നാൽ അങ്ങനെ ഒരുത്തിനു വേണ്ടി പ്രാണനെ കൊടുത്ത, ജീവനെ കൊടുത്ത, രക്തമൊഴുക്കിയ ഒരു ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്നേഹം മാത്രമാണ്. ബലഹീന പാത്രമായിരിക്കും ആരും നേസിക്ക മാട്ട ഹാലലിയ, പാപിയെ ആരും നേസിക്ക മാട്ട ഹാലലിയ, അഭക്തനെ யாரும் நேசிக்க மாட்டே ஹalleluya. ஆனால் அப்படிப்பட்ட மனுஷனை ஆண்டவராகிய இயேசு கிறிஸ்து கால்வரி சிலுவையில் நமக்காக அவருடைய இரத்தத்தை நம்மளை இன்னைக்கு ஹalleluya அவருடைய സന്നിധി നിൽക്ക വെച്ച യേശുവിനെ தான் നമ്മൾ ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ ആഴം അറിഞ്ഞ്, ആ സ്നേഹത്തിന്റെ മഹത്വം അറിഞ്ഞ്, ആ സ്നേഹത്തിന്റെ വലിപ്പം അറിഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവാത്മാവിന്റെ ശക്തിയും മഹത്വവും ഇറങ്ങുവാനിടയായി മാറുന്നത്. ഉണ്മയാകെ അവനെ ആരാധിച്ച് അവനെ മഹിമപ്പെടുത്തുമ്പോൾ ആ ദൈവത്തിന്റെ വല്ലമത നമ്മുടെ മേൽ ഊറ്റപ്പെട്ട് നമ്മളെ ഒരു പുതു മനുഷ്യനാകെ മാറ്റിവിടുകയാണ്. ശാന്തമായി ഞാൻ നിങ്ങളോട് പറയാം, അവൻ 10 മാസം ഗർഭപാത്രത്തിൽ വഹിച്ച് നൊന്തു പ്രസവിച്ച മാതാവ് നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് വരാം, നമ്മുടെ പിതാവ് നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് വരാം, സുഹൃത്തുക്കൾ തള്ളിക്കളഞ്ഞെന്ന് വരാം, സ്നേഹിതർ തള്ളിക്കളഞ്ഞെന്ന് വരാം. എന്നാൽ കാൽവറിയിൽ രക്തം കൊടുത്ത, പ്രാണൻ കൊടുത്ത സ്വർഗത്തിലെ ദൈവം ഒരിക്കലും 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 അവൻ നമ്മെ തള്ളിക്കളയത്തില്ല. കാരണം നാം അവന്റെ ജീവന്റെ വിലയാ. നമ്മെ പെറ്റു വളർത്തി ഹാലലിയ 10 മാസം ചുമന്ന തായ് തകപ്പന്മാർ ഹാലലിയ നമ്മെ ഹാലലിയ പുറക്കണിച്ചിരിക്കില്ല ഹാലലിയ. ആനാലും ഹാലലിയ നമുക്കാകെ ഹാലലിയ ജീവനെ കൊടുക്കുന്ന ഒരു ദേവനുണ്ട് ഹാലലിയ. അവർ നമ്മെ ഒരുപോതും ഹാലലിയ നമ്മെ തള്ളി വിടമാട്ടെ ഹാലലിയ. അവനുടെ അൻപിൽ വളരെ ഒപ്പുകൊടുക്ക വേണം ഹാലലിയ. അതുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത മനസ്സിൽ വെക്കരുത്. പ്രാണൻ കൊടുത്ത, രക്തമൂറ്റിയ, സ്വന്തം വിലയെ തന്ന ഒരു യേശുവുണ്ട്. അവൻ ഒരിക്കലും 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 നമ്മെ കൈവിടത്തില്ല. നമുക്ക് ആരും ഉദവിക്കാനില്ല, നമ്മളെ നേസിക്കുന്നതുക്ക് ആരുമില്ല. നമുക്ക് നമ്മളോട് പേസുവതൊക്കെ, നമുക്കൊരു സഹായം ചെയ്യുവതൊക്കെ ആരുമില്ല എന്ന് ഹാലലിയ നിങ്ങൾ നിനക്ക കൂടാതെ ഹാലലിയ ഉങ്ങൾക്കാக ഹാലലിയ ജീവനെ കൊടുത്ത ഒരു ആണ്ടവരാകിയ യേശു ക്രിസ്തു ഇന്നും ഉയിരോടെ ഇരിക്കുന്ന ഹാലലിയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് ഹാലലിയ. ഇതാണ് നിസ്തുല്യമായ സ്നേഹം, ആണ്ടവരുടെ ഉണ്മയാണ് സ്നേഹം ഹാലലിയ, അൻപ് ഹാലലിയ. ഇതാണ് നിർവ്യാജമായ സ്നേഹം, ഉണ്മയാണ് അൻപ് ഹാലലിയ. ആമേൻ. ആമേൻ ഹാലലിയ. ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റാതെ പോകും, ഒരുവേള നമുക്കത് തെരിയമാട്ടെ ഹാലലിയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഒരുപക്ഷെ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് നിർത്തും. രണ്ടാമത് அந்த പോർഷനിലേക്ക് ഒരുവേള ടൈം കിടക്കി വിട്ടാൽ ഞാൻ அப்படியே നിർത്തിടുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രയോ രാത്രികളിൽ എவ்வளோ പയനം പണിതാ ഇങ്ങ വന്നിരിക്കുന്നത്. നമ്മൾ ഹൃദയം തകർന്ന് ആരും കാണാതെ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തെ നുറുക്കപ്പെട്ട് നമ്മൾ എவ்வளோ അഴുതിരിക്കുന്നത് അല്ലേ? ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, പലവിധമാണ് പ്രശ്നങ്ങളിൽ, എത്രയെത്ര രാത്രികളിൽ നമ്മൾ ഹൃദയം തകർന്ന് കരഞ്ഞിട്ടുണ്ട്. എவ்வளோ രാത്രികളിൽ നമ്മൾ അഴുതിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കും, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ ആരും. അപ്പോൾ നമ്മുടെ ഹൃദയത്തോട് നമ്മളെ പേസുവേ, എനിക്ക് ആരുമേ ഇല്ലേ, എനിക്ക് ഉദവി ചെയ്യുവതൊക്കെ ആരുമില്ലേ, ഒരു ആറുതലൻ വാർത്ത പേസുവതൊക്കെ ആരുമില്ലേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ബൈബിളിൽ നിന്നൊരു കാര്യം പറയാം. വേദവസനത്തിൽ ഒരു വിഷയത്തെ ചൊല്ലുகிறேன். യാക്കോബ് തൻ്റെ വീട്ടിൽ നിന്നൊരിക്കൽ ഓടിപ്പോകേണ്ട സ്ഥിതി. அவங்க வீடு விட்டு அவங்க ஓடி போகிறே. ആമേൻ. തൻ്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ ഇട്ടിട്ട് ഓടിപ്പോയി. തായ് തകപ്പനെ സഹോദരങ്ങളെ വിട്ട് ഓടിപ്പോகிறേ. ആദ്യമായിട്ടാണ് താൻ ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നത്. മുതൽ തടവത അവർ ഒണ്ടിയ ഒരു വേള പയനം പണ്ണുகிறേ. ആമേൻ. ആമേൻ. അതും മരുഭൂമിയിലൂടെ, അതും വനാന്തരത്തിൻ നടുവിലൂടെ. ബൈബിൾ പറയുന്നു, ബൈബിൾ ചൊല്ലുகிறേ, അവന് ബെർശേബ മരുഭൂമിയിലെത്തിയെന്നാണ്. ബെർശേബ മരുഭൂമി വനാന്തരത്തിലെത്തിയെന്ന്. ഓക്കെ. ആമേൻ. അല്ലേ? കർത്താവിന് സ്തോത്രം. ആരുമില്ല, യാരുമേ കിടയാതെ. ജ്യേഷ്ഠനില്ല, അപ്പനില്ല, അമ്മയില്ല, அவங்க അണ്ണനില്ല, തായില്ല, തകപ്പനില്ല, യാരുമേ ഇല്ല. യാത്രയുടെ ക്ഷീണമുണ്ട് ശരീരത്തിന്. പയനം ചെയ്ത அந்த பலவீனம் இருக்குது. ഉറങ്ങാൻ വേണ്ടി തൂങ്ങതുക്കാக
താനിങ്ങനെ ഒരു കല്ല് തലയണ ആക്കി വേണ്ടി ഒരു കല്ലെടുത്തു വെച്ചു. ഒരു കല്ലെടുത്ത് അപ്പടി തലങ്ങണയായി പോട്ട് ആമേൻ. ആ കല്ലിൽ ഇങ്ങനെ തല ചായച്ചുറങ്ങുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ அந்த கல்லில் அப்படி தலை சாய்ச்சி அப்படியே அவர் தூங்கும்போது എന്തായിരിക്കും യാക്കോബ് ചിന്തിച്ചത്? அப்போ அவர் என்ன சோதனையில் இருக்க, என்ன சிந்தனையில் இருந்திருக்கலாம்? എൻ്റെ പപ്പായോട് കൂടെ എൻ്റെ ചേട്ടനോടുകൂടെ ഞാൻ വീട്ടിൽ എത്രത്തോളം സന്തോഷത്തോടായിരുന്നു. என்னோட தாய் தகப்பனோடு அண்ணனோடு கூட நான் வீட்டில் இருக்க வேண்டிய நான், ഇപ്പോൾ എൻ്റെ പപ്പ എൻ്റെ കൂട്ടത്തിലില്ല, എൻ്റെ ചേട്ടൻ എൻ്റെ കൂട്ടത്തിലില്ല, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂട്ടത്തിലില്ല. இப்போ என் கூட யாருமே கிடையாது, அண்ணன் கிடையாது, அப்பா கிடையாது, யாருமே கிடையாது. ഒരുപക്ഷേ ஒருவேளை അത് പറയാനായിട്ട് വാക്കുകളില്ലായിരിക്കും. ஒருவேளை அப்படி சொல்லதுக்காக அவனுக்கு எந்த வார்த்தையும் கிடையாது. നമ്മുടെ ജീവിതത്തിലെ ചില വേദനകൾ പറയാൻ വാക്കുകളുണ്ടെന്ന് വരുന്നത്. നമ്മുടെ வாழ்க்கையில் சில வேதனைகள் നമുക്ക് சொல்ல முடியாது. മറ്റുള്ളവരുടെ അതിൻ്റെ ആശയത്തിൽ പകരാൻ പറ്റാതെ വരും. മറ്റുള്ളവരുടെ മധ്യത്തിൽ പകർന്നു കൊള്ള முடியாது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ യാക്കോബ് കടന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ട്. இப்படியே யாக்கோபு அப்படியே படுத்து சிந்திக்கும் போது அவனோட கண்ணில் നിന്ന് தண்ணி அப்படியே ஊற்றிட்டு இருக்குது. ആ കണ്ണുനീര് വന്ന് ആ കല്ലിലേക്ക് ഒഴുകി. அந்த தண்ணி வந்து அந்த கல்லிലേക്ക് ஊற்றப்படுகிற കഴിഞ്ഞ കാലങ്ങളെല്ലാം ഓർത്തോർത്തോർത്ത് അവന് കരഞ്ഞ് கடந்த நாளுகள் எல்லாம் நினைச்சு அவர் அழுதுட்டே இருக்கிறார். അറിയാതെ ഉറങ്ങിപ്പോയി. தெரியாம அவர் தூங்கிட்டு. Praise the Lord. അങ്ങനല്ലേ നമ്മളും? Praise the Lord. Hallelujah. അല്ലേ? Praise the Lord. Amen. ആരുമില്ല, யாருமே கிடையாது. Praise the Lord. Hallelujah. Praise the Lord. പക്ഷേ ദൈവം വലിയവനാണ്. ஆண்டவர் பெரியவர். Praise the Lord. ഞാൻ ഒരിക്കല് നടുവിൽ ഒരു നാളേക്ക് പെരിയൊരു പ്രശ്നത്തിന്റെ നടുവിൽ அப்படியே ഇരിക്കുമ്പോൾ മാസങ്ങൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. രാത്രിയിൽ മാസങ്ങൾ നാളുകൾ ഇരവ് വേളയിൽ ഇരുന്ന് അഴുത നാളുകൾ ഇരിക്കുന്നു. എൻ്റെ മാനസിക നില തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. മനോനിലം அப்படியே വിട്ടു വിടുമോ എന്ന് ഞാൻ ഭയന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ രാത്രികളിൽ ഇരുന്ന് മാസങ്ങളോളം ഞാൻ കരഞ്ഞു. തൂങ്ങ മുടിയാത്ത നിലമേൽ ഞാൻ പടുത്തിട്ടേ ഇരുന്നത്. അന്ന് രാത്രിയിൽ ഈ യാക്കോവിന്റെ ഭാഗം ദൈവത്തിന്റെ அந்த நாளில் இந்த யாக்கோபிനെ நினைச்சு பார்த்து അന്ന് ദൈവം എന്നോടൊരു കാര്യം സംസാരിച്ചു. അന്ന് ആണ്ടവർ ഒരു വിഷയത്തെ சொல்லுன. ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് ഞാൻ இந்த வேதாகம வாசிச்சிட்டு ചോദിച്ചു, കർത്താവേ ഇവിടെ എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? ഞാൻ കേട്ട ആണ്ടവരോട് എന്നാ ആണ്ടവരെ ഇങ്ങനെ ഇന്ന് നടക്കുന്ന വിഷയം എന്നാ? സ്വർഗം ചോദിച്ചു, ആ രാത്രിയിൽ യാക്കോബ് ഒറ്റയ്ക്കാണെന്നാണെന്ന് ചിന്തിക്കുന്നത്? പരലോകം കേട്ടേ യാക്കോബ് അന്നേക്ക് ഒണ്ടിയാതാ നടന്നിരിക്കുന്നതാ ഇല്ലെന്ന് കേട്ടേ. ഞാൻ പറഞ്ഞു, അതേ കർത്താവേ, യാക്കോബ് ഒറ്റയ്ക്കാണ്. യാക്കോബ് തനിച്ചാണ്. കർത്താവ് പറഞ്ഞു, ഒരിക്കലും തനിച്ചല്ല. ആണ്ടവർ சொன்ன அவர் തനിമയിലല്ല. കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞു. ആണ്ടവർ ഒരു വാർത്ത சொன்னார். എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്കുണ്ട്. എഫേസ്യ നിരൂപത്തിൽ ഒരു വാർത്ത ഇരിക്കുന്നത്. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ ആണ്ടവർ തന്നെ മൂലക്കല്ലായിരിക്കേ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു. അപ്പോസ്തലറുകളും ദീർഘദർശികളും അടിസ്ഥാനമായിരിക്കേ. ക്രിസ്തു ആ മൂലക്കല്ലാണെങ്കിൽ ക്രിസ്തു அந்த മൂലക്കല്ലായിരിക്കേ. യാക്കോബ് തല വെച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മടിത്തട്ടിലാണ്. ഓ പ്രൈസ് ദി ലോർഡ്. യാക്കോബ് തല വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആണ്ടവരുടെ മടിത്തട്ടിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കുള്ള യാത്ര ചിലപ്പോൾ നീ ഹൃദയം പൊങ്ങി കരഞ്ഞെന്ന് വരാം, കണ്ണുനീർ കൊണ്ട് തളർന്നെന്ന് വരാം. പക്ഷേ ആ രാത്രിയിൽ ക്രിസ്തുവിന്റെ മടിത്തട്ടിലാണ് നീ ഉറങ്ങുന്നുള്ള കാര്യം മറന്നു പോകരുത്. ആണ്ടവരുടെ മടിത്തട്ടിലാണ് നമ്മൾ തൂങ്ങിട്ടിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകക്കൂടാതെ. യാക്കോബിനോട് കർത്താവ് പറഞ്ഞു, യാക്കോബേ നീ ഒറ്റയ്ക്കല്ല, ഇന്ന് രാത്രി നീ കരയുന്നത് എന്റെ മടിത്തട്ടിൽ കിടന്നാണ് നീ കണ്ണുനീരൊഴുക്കുന്നത്. യാക്കോബിനോട് ആണ്ടവർ சொன்ன, യാക്കോബേ നീ ഒണ്ടിയായ അല്ല, നീ ഇന്നേക്ക് തല വെച്ച് തൂങ്ങിയിട്ടിരിക്കുന്നത് എന്നോട് മടിയിലാണ്. അതുകൊണ്ട് യാക്കോബ് രാവിലെ പറഞ്ഞത്, ഈ സ്ഥലത്ത് യഹോവയുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. അതിനാലதான் காலையிலே யாக்கோபு சொன்ன, இந்த இடத்தில் ஆண்டவருடைய பிரசன்னம் இருக்கிறார். അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, കർത്താവേ കഴിഞ്ഞ രാത്രിയിൽ നിന്റെ മടിത്തട്ടിൽ ഉറങ്ങിയെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ. அதுக்காக யாக்கோபு சொல்லுகிற കഴിഞ്ഞ രാത്രി കാലം ഉന്നയുടെ മടിയിൽ ഞാൻ തൂങ്ങിയതെന്ന് എനിക്ക് தெரியாம പോയിച്ചേ. എത്ര രാത്രികളിൽ ഇങ്ങനെ കർത്താവിന്റെ മടിത്തട്ടിൽ നാം കണ്ണുനീരോടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. എത്ര രാത്രി കാലങ്ങളിൽ നമ്മൾ കർത്താവിന്റെ മടിത്തട്ടി നമ്മൾ തൂങ്ങിയിരിക്കേ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതുക്കുള്ള പ്രത്യേകത എന്താ? തല ഉയർത്തുവാൻ കഴിയാത്ത രീതിയിൽ ഹൃദയം
ഭാരവുമായി പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മനസ്സിന്റെ അകത്ത്, ഹൃദയത്തിനകത്ത് തലേ ദിവസം രാത്രിയിലെ ഒരു ഭാരം പോലും ഇല്ലാതെ, വേദന പോലും ഇല്ലാതെ ഒരു പുതിയ പ്രഭാതം തന്ന, ഒരു പുതിയ ദിവസം തന്ന ആനന്ദത്തോടെ നിന്നെ എഴുന്നേൽപ്പിക്കുന്നെങ്കിൽ കഴിഞ്ഞ രാത്രി നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന നിന്റെ കണ്ണുനീര് വാരിയെടുത്തത് കൊണ്ട് മാത്രമാണ്. തലയെ നിവർക്ക മുടിയാത്തപടി നീ തൂങ്ങിയപ്പോൾ അതിന്റെ നടുവിൽ നിന്റെ തലയെ നിവർക്കുമ്പടി ആണ്ടവർ നീ ആയിരിക്കുന്ന ഇടത്തിൽ ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീരെ തുടച്ച ദേവൻ അവൻ മേൽ നിന്റെ അൻപ് അവൻ ആണ്ടവൻ അൻപ് ഉന്മേലെ വെച്ചിരിക്കുന്ന. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു വിഷയത്തെ சொல்லுகிறேன். അത് സത്യമാണെങ്കിൽ നിങ്ങൾ എന്നോട് പ്രതികരിക്കണം. അത് ഉണ്മയാണ്, നീങ്ക എന്നോട് ചേരുങ്ക. ഹല്ലേലൂയ. ചില പ്രയാസങ്ങൾ, ചില ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ രാത്രി നമ്മൾ ചെന്ന് തളർന്നുറങ്ങും. ചില പ്രശ്നങ്ങൾ, ചില ഭാരങ്ങൾ, ചില കഷ്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ ഭാരത്തിന്റെ തീവ്രത കൊണ്ട് നമ്മൾ പറയും, ഓ നാളെ ഒരുപക്ഷേ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. அந்த பாரு அவ்வளோ பெரியதாയിരിக்கிறபடியினால நம்ம சொல்லும் நாளைக்கு வேலைக்கு போக முடியாது. നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് പോരുമ്പോൾ സുഹൃത്ത് പറയും, ഒരുപക്ഷെ ഞാൻ നാളെ വരാൻ സാധ്യതയില്ല. വേല ചെയ്യുന്ന ഇടത്തിലൂടെ നമ്മൾ சொல்லும் ഒരുവേള ഞാൻ നാളേക്ക് വരമാട്ടെ. വീട്ടിൽ നിന്ന് ഭാര്യയോട് പറയും, എൻ്റെ മനസ്സിന് വലിയ സുഖമില്ല, അതുകൊണ്ട് എന്തോ പ്രയാസമാണ്. நம்ம மனைவியோடு சொல்லும், എനിക്ക് ഉടമ്പുക്ക് ഒരു ചിന്ന ബലവീനം ഇருக்கு, അതിനാലെ പോക முடியாது. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ஆனால் ഒരു വിഷയത്തെ சொல்லுகிறேன். എത്ര ഭാരത്തോടെ കിടന്നുറങ്ങിയാലും, എത്ര വിഷയത്തോടെ നീ തൂങ്ങിനാലും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കാലയിലെ എഴുമ്പുമ്പോൾ ആ ഭാരം നിന്റെ ചുമലിലുണ്ടോ? ആ ഭാരം തലമേലെ ഇരിക്കുതാ? ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ രാത്രി നീ അറിയാതെ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരത്തെ സ്വർഗം കരത്തിലെടുത്ത് മാറ്റിയത് കൊണ്ട് ഈ രാവിലെ നീ ആനന്ദത്തോടെ, സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രിയിൽ അതോർത്തന്നെ ദൈവം സ്വോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ രാത്രിക്കാലം அப்படிப்பட்ட ஒரு பிரச்சனை உனக்குள்ள இருக்கும்போது ஆண்டவர் இறங்கி வந்து നിന്നെ തല നിവർത്തി വെച്ച് നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ ഭാരങ്ങളെ എടുത്തു മാറ്റി നിനക്ക് സമാധാനത്തെ കൊടുത്ത ഒരു ദൈവത്തെ നീ ആരാധിക്ക വേണം. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ ചൊല്ലുന്നത് ഉണ്മയാണെങ്കിൽ നിങ്ങൾ ആണ്ടവരെ തുതിയുക. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. അറിഞ്ഞോ രാത്രിയിൽ കർത്താവ് വന്നിട്ട് പോയത്? தெரிஞ்சது கடந்த നാളിൽ ഹല്ലേലൂയ ആണ്ടവർ വന്നു പോണത്. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞില്ല. Praise the Lord. Hallelujah. Hallelujah. അവൻ വന്നിട്ട് പോയത് തെളിവാ. அவங்க வந்துட்டு போனது தெரியும். ആണ്ടവർ വന്നു പോണത്. പ്രഭാതത്തിൽ ഉണ്മയുള്ള ഒരു ഹൃദയം നിനക്ക് ലഭിച്ചത്. അതിനാലതാ ഉണ്മയുള്ള ഒരു ഹൃദയം ഉനക്കാക ആണ്ടവർ കൊടുക്കപ്പെട്ടത്. എത്ര രാത്രികൾ അങ്ങനെ നീ അറിയാതെ നിന്റെ അടുക്കൽ സ്വർഗം വന്നിട്ടുണ്ട്. എത്ര രാത്രി കാലങ്ങളിൽ നീ தெரியாம ഹല്ലേലൂയ ആണ്ടവർ ഉനക്കിட்ட വന്നിരിക്കുന്ന. ഹല്ലേലൂയ. എത്ര രാത്രിയിൽ ഈ ദിവ്യ അനുഭവം നിനക്കുണ്ടായിട്ടുണ്ട്. കർത്താൻ ആണ്ടവർക്കുള്ള എപ്പിടിപ്പെട്ട ഒരു കരം ഉനക്കാക നീട്ടപ്പെട്ടിരിക്കുന്നത്. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും. അതേ നിനച്ച് ആണ്ടവർക്ക് സ്തോത്രം ചെയ്യേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ സ്നേഹം. അപ്പാ ശരിയാണോ? അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ തന്തുക്കൾ പൊട്ടുന്ന രീതിയിൽ വേദന നമ്മുടെ ഹൃദയത്തിൽ വലിക്കുമ്പോൾ നാം അറിയാതെ ആ ഹൃദയത്തിൽ വീണമിട്ടാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൽ അവളോ പെരിയ വേദനയോടുകൂടി നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനെ എടുത്തു മാറ്റ വല്ലവർ നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ നമ്മൾ കർത്താവിനെ ആരാധിക്കാതിരിക്കും? പിന്നെ എപ്പിടി നമ്മൾ ആണ്ടവരെ തുതിക്കാമ ഇരിപ്പേ അല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സ്വർഗീയ സ്പർശനം എന്ന് പറയുന്നത്. അതുതാ ആണ്ടവർ നമ്മെ തൊടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരമ്യാവ് ഒരിക്കൽ പറഞ്ഞു, ഇരമ്യാവ് ഒരു നാളേക്ക് சொன்னே, ഞാൻ അവനെ ഓർക്കത്തിൽ, ഇനി അവന്റെ കാര്യത്തിൽ സംസാരിക്കത്തുമില്ല. ഞാൻ ഇനി അവനെ നിനയ്ക്ക മാട്ടേ, അവരോട് പേശുവേ മാട്ടേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനല്ലേ? നമ്മളും അപ്പടിതാനേ. ചിലപ്പോൾ ദൈവത്തോട് നമ്മൾ പിണങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല, ഇനി ഞാൻ പ്രസംഗം പണ്ണതുക്ക് പോവില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കാനും ഇല്ല, ആരാധിക്കാനും, ഇനി ഞാൻ ജപിക്കേ മാട്ടേ, ആരാധിക്കതും കിടയാതെ. അങ്ങനെയൊക്കെ പിണങ്ങിയിരുന്നാലും
அப்படியெல்லாம் சொல்லி இருந்தாலும் ഇരമ്യാ പറയാണ്, இருமையாக சொல்லுகிறேன், അതെന്റെ ഹൃദയത്തിനകത്ത് അടയ്ക്കപ്പെട്ടിട്ട് அது என்னோட ஹிருதயத்துக்குள்ள அடைச்சு வச்சிருக்கிறேன். എന്റെ അസ്ഥിക്കുള്ളിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുകയാ. எந்த எலும்புக்குள்ள ஒரு நெருப்பு வந்து கொண்டிருக்கிற. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ സ്നേഹം നിന്റെ അസ്ഥിക്കുള്ളിൽ നിന്റെ ഹൃദയത്തിൽ മാമൻ നിറച്ചു വെക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല. அவனுடைய அன்பு என்னுடைய எலும்புக்குள்ள கடந்து வரும்போது ஹalleluya, அவனை எப்படி நான் துதிக்காம இருக்கும். ஹalleluya. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ சொன்னது உண்மையா? Praise the Lord. അതാണ് ദൈവസ്നേഹം. Praise the Lord. Hallelujah. ഈ സ്നേഹമാണ് നമ്മളെ ദൈവമക്കളാക്കിയത്. இந்த அன்பு தான் நம்மை ஆண்டவர் பிள்ளைகளாக மாற்றியது. കാൺമീൻ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നു. Praise the Lord. Hallelujah. എൻ്റെ തമിഴ് ഒന്ന് പഠിച്ചാട്ടെ. തമിഴ് പറയേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. Praise the Lord. ആമേൻ. Praise the Lord. Hallelujah. ഹല്ലേലൂയ. നാം ദൈവമക്കളാണോ? நான் ஆண்டவர் பிள்ளைகள் தானே? ആ. Praise the Lord. Praise the Lord. Hallelujah. ഹല്ലേലൂയ. Hallelujah. നാം ദൈവമക്കളാണോ? நாம் ஆண்டவர் பிள்ளைகளா? ആമേൻ. Praise the Lord. നാം അവനെ കണ്ടിട്ടില്ല, ഇനി നാം അവനെ കാണേണ്ടതാകുന്നു. நாம் அவனை இதுவரைக்கும் பார்த்தது கிடையாது, ஆனால் நம்ம பார்க்க போகிறோம். Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്താണ്? നമ്മുടെ ഏറ്റവും பெரிய எதிர்பார்ப்பு என்னது? ஆண்டவரை பார்க்க வேணும். Hallelujah. ഓക്കേ. Praise the Lord. ഇനിയുള്ള കാര്യമാണ് വളരെ ബുദ്ധിമുട്ട്. ഇനിയുള്ള കാര്യം தான் கொஞ்சம் കഷ്ടமா இருக்குது. Praise the Lord. ഹല്ലേലൂയ. ആരാണ് ദൈവമക്കൾ? ആരാണ് ആണ്ടവരുടെ പിള്ളകൾ? Praise God. Praise the Lord. അതിൻ്റെയും 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. അതിൻ്റെയും 4 വിഷയങ്ങളെ சொல்லி நான் முடிக்கிறேன். അത് വിവരിക്കാനൊന്നും സമയമില്ല. വിളക്കം பண்ணதுக்கு ടൈം கிடையாது. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന വാക്യമൊക്കെ തന്നെയാ, പരിചയമുള്ള വാക്യമാണ്. தெரிஞ்ச വസനം தான் യോഹന്നാന്റെ സുവിശേഷം, യോവാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം അധികാരം 12-ാമത്തെ വാക്യം, 12-ാം വസനം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നല്ല കാര്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ആരാണ്? എത്ര പേരുണ്ടേലും ഓക്കേ. അപ്പൊ നമ്മൾ ആരാ? അപ്പൊ നമ്മ ആരെ? ദേവനുടെ പിള്ളകളാ. ദേവനുടെ പിള്ളകളാ. ദേവനുടെ പിള്ളകളാണെങ്കിൽ നാം ദൈവരാജ്യത്തിൽ പോകുമോ? ദേവനുടെ പിള്ളകളാണാലും നമ്മൾ പരലോക രാജ്യം പോകുമോ? അത് ഞാൻ വേഗത്തിലേക്ക് പറഞ്ഞേക്കാം. അത് ഞാൻ സീക്രമാക പേശി മുടിക്കറേ. അത് അതിന്റെ പ്രൈമറി സ്റ്റേജ് മാത്രമാണ്. പ്രൈസ് അത് അതിന്റെ മുതൽ സ്റ്റേജ് ഇതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം, അല്ലാതായിരിക്കും നല്ലതല്ലേ? പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായം, റോമാ നിരൂപം 8-ാം അധികാരം അതിന്റെ 12 മുതൽ അതിനുടെ 12 മുതൽ വാസിങ്ങ. ഓ അല്ലേ? ആത്മാവിനാലെ ശരീരത്തിന്റെ പ്രവൃത്തികളെ ചെയ്തികളെ അടിച്ചാൽ അടുത്തത് ശ്രദ്ധിക്കൂ. ദേവനുടെ ആത്മാവിനാലെ ആര് നടത്തപ്പെടുന്നു അവരാണ് ദേവനുടെ പിള്ളകൾ. 12 എന്നാ നമ്മൾ യോഹന്നാന്റെ ശേഷം 12 നമ്മൾ വായിച്ചത് എന്താ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ദൈവം. നമ്മൾ അത് മുറുകെ പിടിച്ചോണ്ടിരിക്കുക. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. അവരുടെ നാമത്തിന്മേൽ അവരെ ഏറ്റുകൊണ്ട് എത്തന പേരുകളോ അത്തന പേരുകളും അവരുടെ പിള്ളകളാകുമ്പടി അവനെ അധികാരം കൊടുത്ത
അത് നമ്മൾ ഉറുതിയാക പിടിച്ചിട്ടിരിക്കുന്നത്. Praise the Lord. Hallelujah. പൗലോസ് പറയാ അതല്ല. പൗലോസ് சொல்லுகிற അത് கிடையாது. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് പറയാ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവമക്കൾ. സെക്കൻഡ് സ്റ്റേജ് ആവിക്കുரிய വഴിയെ നടത്തപ്പെടുന്നവരുതാ ദൈവപിള്ളകൾ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ അവന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് വിജയകരമായ ഒരു ആത്മീക ജീവിതം നയിച്ചാലേ ദൈവവേദലാകത്തുള്ളൂ. இன்னைக்கு இந்த இரவு வேளையில் ஹalleluya ஆண்டவருடைய பரிசுத்த ஆவிக்கு கீழ்ப்பட்டு அவனை கைக்கொண்டு யார் நடக்கிறோ அவர்தான் ஆண்டவருடைய பிள்ளைகள். ஹalleluya. Praise the Lord. അതിന് ഒന്നാമത് വീണ്ടും ഞാൻ പറയാമേ. ഇനി അടുത്തത് പറയുന്നു, அடுத்த விஷயத்தை சொல்லுகிறேன். ഇതിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് கொஞ்சம் கூட கஷ்டமா இருக்குது. ആലയത്തിൽ വരുമ്പോൾ എല്ലാം സന്തോഷമാണ്. Praise the Lord. Praise the Lord. Hallelujah. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 5:9 വചനം. ഓ Praise the Lord. Hallelujah. Praise the Lord. ദൈവമക്കളാന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, ഇത് പ്രാക്ടിക്കലാണ്. ആണ്ടവരുടെ പിള്ളകൾ എന്ന് ചൊല്ലി നമ്മൾ നടന്നാൽ പോതാതെ ഇത് നമ്മുടെ വാഴ്കയിൽ ഇരിക്ക വേണം. സമാധാനം ഉണ്ടാക്കണം. സമാധാനത്തെ ഉണ്ടു പണ്ണുവാർ. പ്രശ്നം ഉണ്ടാക്കുകയല്ല, പ്രശ്നത്തെ ഉരുവാക്കുന്നതല്ല, കലക്കമുണ്ടാക്കുകയല്ല, കലക്കമുണ്ടാക്കുന്നതല്ല, സമാധാനത്തെ ഉണ്ടാക്കിയാൽ, സമാധാനത്തെ ഉണ്ടാക്കണാൽ അവൻ ദേവനുടെ കുളന്തകൾ, അവൻ ദേവനുടെ പരലോകം പെറ്റപ്പെടുക്കുക. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അത് ഒത്തിരി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് പറയാം. நிறைய விளக்கம் பண்ண வேண்டிய விஷயங்கள் இருக்குது. അപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി. இப்போ கொஞ்சம் கூட கஷ்டமா இருக்குது. കൈക്കൊള്ളുക, ഏറ്റെടുക്കുക, ആത്മാവിൽ നടക്കുക, ആവിക്കുரிய വഴിയെ നടപ്പുരേ, സമാധാനം ഉണ്ടാക്കുക, പ്രവർത്തിക്കുക, സമാധാനത്തെ ഉണ്ടു പണ്ണുகிறേ, വീട്ടിൽ സമാധാനം ഉണ്ടാക്കണം. കുടുംബത്തുക്കുള്ള സമാധാനത്തെ ഉണ്ട് പണ വേണം. ചിലർ പള്ളിയിൽ ആലയത്തിൽ വരുമ്പോൾ ഭയങ്കര സമാധാനമുള്ളവർ, ഒരു ചിലര് ആലയത്തുക്കുള്ള കടന്നു വരുമ്പോൾ പെരിയ സമാധാനത്തിൽ ഇരിക്കുന്നവരുതാ. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഭയങ്കര, വീട്ടിൽ ചെല്ലുമ്പോൾ അന്ത സമാധാനമില്ലാമ പോയിടുവേ. ആ ആലയത്തിൽ വരുമ്പം പറയും, കർത്താവേ എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, ആഹാരം വേണ്ട, വീട് വേണ്ട, പാർപ്പിടം വേണ്ട, നിന്നെ മാത്രം മതി. ஆலயத்துக்குள்ள கடந்து வரும்போது சொல்லும், வீடு வேண்டாம், பிள்ளைகள் வேண்டாம், சாப்பாடு வேண்டாம், எதுவுமே வேண்டாம், உன்னை மட்டும் தான் நம்புகிறேன், நீ மட்டும் போதும். വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയുന്ന ചോറ് വെച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ, வீட்டுக்கு போகும்போது மனைவி சொல்லுகிற இன்னைக்கு சாப்பாடு செய்யலன்னு சொன்னா, praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise Hallelujah. Praise the Lord. Amen. Amen. അതിനേക്കാൾ ഗൗരവമാണ് അടുത്ത സ്റ്റേജ്. അതിലും ഗൗരവമാണ് അടുത്ത സ്റ്റേജ്. അതിലും பெரிய ஒரு விஷயம் தான் அடுத்த ஸ்டேஜ். Praise the Lord. சொல்ல போகிறேன். വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തൽ വിശേഷം 21-ാമത്തെ അധ്യായം 21-ാമത് അധികാരം 7-ാമത്തെ വാക്യം 7-ാമത് വചനം. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ആര് ജയിക്കുന്നവന് നാം ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവനെ Praise the Lord. ദേവനും എന്നാ സിസ്റ്റർ ഒന്നുകൂടെ പഠിച്ചാട്ടെ. ജയം കൊള്ളുகிறவன் எல்லாவற்றையும் சுதந்திரித்துக் கொள்வார். நான் அவனுக்கு தேவனாயிருப்பேன், അവൻ എനിക്ക് കുമാരനായിരിപ്പേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൈവത്തിന്റെ മകൻ? ആരാണ് ആണ്ടവരുടെ പിള്ളை? ജയം ജയം ഹല്ലേലൂയ ജയം പാടുന്നവനല്ല, ജയം ജയം ഹല്ലേലൂയ അപ്പടി പാട്ട് പാടുന്നവനല്ല, ജയിക്കുന്നവൻ. ലോകത്തെയും ജഡത്തെയും സാത്താനെയും ആത്മാവിന്റെ ശക്തിയാൽ ആര് ജയിക്കുന്നുവോ അവരാണ് ദൈവത്തിന്റെ പൈതൽ. ഉലകത്തെ ഉലകത്തെ മാംസത്തെ ആര് ജയിக்கிறோ അവൻ தான் ഹല്ലേലൂയ പ്രൈസ്തലോ അവന് தான் ഹല്ലേലൂയ പരലോകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തിൽ നിനക്ക് പോരാട്ടമുണ്ടോ?
வேதம் சொல்லுகிற உங்களுக்கு போராட்டம் இருக்குது. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. നിങ്ങളുടെ നമ്മുടെ ആവിക്കുரிய வாழ்க்கை ഒരു യുദ്ധമാണ്. മരണം വരെ ഇതിനോട് പോരാടുന്ന ഒരു ശത്രുവുണ്ട്. உங்களுக்கு போராடிക്കുന്ന ഒരു ശത്രുവ് இருக்குது. ലോകത്തോടും ജഡത്തോടും സാത്താനോടും ആത്മാവിൽ പോരാടി ആര് ജയിക്കുന്നോ അവനാണ് ദൈവത്തിന്റെ പൈതൽ. ഉലകത്തോടും വാഴ്ചകളോടും അധികാരത്തോടും പോരാട്ടം பண்ணி ജയിக்கிறோம். അവനാണ് ദൈവം. ഹല്ലേലൂയ. ജയിക്കുന്നവരാരാണോ അവനാണ് ദൈവത്തിന്റെ പൈതൽ. ജയം പെറ്റുകൊള്ളുന്ന ആരാണോ അവൻ താൻ ആണ്ടവരുടെ പിള്ളതാ. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, ആണ്ടവർ ചൊല്ലിയിരിக்கிறார், നമ്മുടെ നായകൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ നായകൻ ലോകത്തിൽ നിങ്ങൾ കട്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു എന്ന്. ഉലകത്തിൽ നിങ്ങൾക്ക് ആനാലും ഞാൻ ഉലകത്തെ ജയിച്ചിരിக்கிறார். ആ ജയിച്ച കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച് ഈ ലോകത്തിൽ ജയ ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുന്നത്. ആണ്ടവർ ഉലകത്തെ ജയിച്ച ആണ്ടവരെ ഏറ്റുകൊള്ളുക അവരുടെ ഉണ്മയാണ് ക്രിസ്തുവ പിള്ളകൾ. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ ആത്മാവിൽ നയിക്കപ്പെട്ട് അവൻ സമാധാനം നിർമ്മിച്ച് അവസാനമായി ജയ ജീവിതം നയിക്കുന്നവർ. ഈ പോർക്കളത്തിൽ അനേകർ ഓടിയിട്ടുണ്ട്, അനേകർ യാത്ര ചെയ്തിട്ടുണ്ട്. പലരും ഈ പോർക്കളത്തിൽ വീണുപോയി. എന്നാൽ വീഴാതെ അന്ത്യത്തോളം ആത്മശക്തിയാൽ ഓടി തികയ്ക്കുന്ന ആരോ അവനാണ് ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത്. ஆண்டவரை ஏற்றுக்கொண்டு அநேக மக்கள் இந்த உலகத்தில் ஓடி இருக்கிற ஆனால் அவரெல்லாம் இடையிலே வீழ்ந்திருக்கிற பாபத்துக்குள்ள கடந்து போயிருக்கிற ஆனாலும் அந்த பாபத்தை விட்டு விலகி அவனை பார்த்து ஆண்டவரை மட்டும் நினைச்சு ஆண்டவருடைய முகத்தை பார்த்து ஓடுனவன் அவனுதான் யதார்த்தமான உண்மையான ஆண்டவர் பிள்ளைதான். Praise God. Praise the Lord. Hallelujah. 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 Praise the Lord. ലോകം നിന്നെ പരാജയപ്പെടുത്തിയാൽ, ഉലകം നിന്നെ വേദനിപ്പിച്ചാൽ, hallelujah, ജഡം നിന്നെ പരാജയപ്പെടുത്തിയാൽ, മാംസം നിന്നെ പരാജയപ്പെടുത്തിയാൽ, സാത്താൻ പരാജയപ്പെടുത്തിയാൽ, പിശാചാനവൻ നിന്നെ പരാജയപ്പെടുത്തിയാൽ, ദൈവമകൻ എന്നുള്ള പദവി നീ താഴെ പോകും. ആണ്ടവർ ഉനക്കാக ഒരു അത്ഭുതത്തെ ചെയ്യുവാർ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിയാണോ? ആമേൻ. ഉണ്മയായി சொன்னது. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഇത് ധാരാളമായി പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള വാക്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. நிறைய பேச வேண்டியது இருக்குது. ஆனால் അതിൻ്റെ മെയിനായിട്ടുള്ള വസനം மட்டும்தான் நான் சொல்லுகிறேன். Praise God. Praise the Lord. ഒന്ന് അവനെ കൈക്കൊണ്ട്, അവനെ ഏറ്റുകൊണ്ട്, അവൻ്റെ നാമത്തിൽ, അവനുടെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസമായിരിക്കുന്നവർ. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, അവനെ ഏറ്റുകൊള്ളുക എന്ന് சொன்னால் ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ്. ആണ്ടവർ നമ്മുടെ ഉള്ളത്തിൽ ജയിക്ക വേണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം, ഗലാത്യ നിരൂപം വായിക്കാം. വാസിക്കല 4-ാമത്തെ അധ്യായം 4-ാം അധികാരം 19-ാമത്തെ വാക്യം, 19-ാമത് വസനം. ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ ഉരുവാകുവോളം, ശ്രദ്ധിക്കണമേ, ഗവനിക്ക വേണം. പൗലോസ് പറയാ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം ഞാൻ എന്ത് ചെയ്യുന്നു? പ്രസവ വേദനപ്പെടുന്നു. പൗലോസ് சொல்லுகிற ஹalleluya, கிறிஸ்து உங்களுடைய உள்ளத்தில் உருவாகும்படி நான் வேதனைப்படுகிறேன். ആമേൻ. ആമേൻ. വല്ലതും മനസ്സിലായോ? വല്ലതും പുരിഞ്ഞിരിക്കുറാ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിപ്പോൾ വളരെയധികം ദൈവത്തിൽ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആണ്ടവരിൽ സന്തോഷമായിരിക്കേ. അതിന്റെ കാരണം, അതുക്ക് കാരണം ക്രിസ്തു നിന്റെ ഉള്ളിൽ, ആണ്ടവർ ഉങ്ങളുടെ ഉള്ളത്തിലെ ജനിച്ചതുകൊണ്ടാണ്, പെറ്റെടുക്കപ്പെട്ടതിനാൽ. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി അറിയണം. അപ്പോൾ തന്നെ ഇനി ഒരു വിഷയത്തെ കൂടെ നിങ്ങൾക്ക് പുരിന്തുകൊള്ള വേണം. ഈ ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിക്കാൻ വേണ്ടി, ഈ ആണ്ടവർ ഉങ്ങളുടെ ഉള്ളത്തിൽ പെറ്റെടുക്കതക്ക് പടി നിനക്ക് വേണ്ടി വേദന സഹിച്ച ഒരു ദൈവവൃത്യനുണ്ട്. ഉനക്ക് വേണ്ടി വേദനപ്പെട്ട ഒരു വൃത്യൻ ഇരിക്കുന്നത്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മിനിസ്ട്രിയുടെ ഗൗരവം പറയുന്നൊരു വാക്കാണത്.
ഊഴിയത്തിനുടെ ഗൗരവமான ഒരു വാർത്ത தான் அது. അതിന് പൗലോസ് പറയുന്ന വാക്ക്, அதுக்கு பவுல் சொல்லுகிற வாக்கு പ്രസവ വേദന എന്നാ. பிரசவ வேதனை. Praise the Lord. Hallelujah. Amen. குழந்தை பெற்றெடுக்கப்பட்ட வேதனை. ഹല്ലേലൂയ. Hallelujah. നമുക്ക് പ്രസവ വേദനയുടെ നമുക്കറിയില്ല. നമുക്കത് தெரியாது அந்த வேதனை என்னன்னு. നമ്മുടെ ശരീരത്തിൽ ഒരു അസ്ഥി പൊട്ടിയാൽ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, നമ്മുടെ ഒരു എലുമ്പ് ഉടഞ്ഞാൽ അതിനൊക്കെ ഒരു വലി ഇരിക്കുது. സഹിക്കാൻ പറ്റുമോ? അത് നമുക്ക് ഒത്തുക്ക முடியுமா? அந்த വലി താങ്ങ முடியுமா? ഇല്ല, முடியாது. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ 21 അസ്ഥികളും പൊട്ടുന്ന രീതിയിലുള്ള അസഹനീയ വേദനയിലൂടെയാണ് ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് വരുന്നത്. ഒരു കുഴന്തയെ പെറ്റെടുക്കുമ്പോൾ அந்த தாயுடைய அஸ்திகள் 21 அஸ்திகள் அந்த நிறுகப்படுന്ന அந்த உடைக்கப்படுகிற அந்த வலியோடு கூடி தான் ஒரு குழந்தை இந்த உலகத்திലേക്ക് പെറ്റെടുക്കപ്പെടുന്നത്. ആണ്ടവരേ പ്രൈസ് ദി ലോർഡ്. അതുപോലെയുള്ള ഒരു വേദനയിലൂടെയാണ് ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ദൈവദാസൻ പകർന്നത്. പ്രൈസ് ദി ലോർഡ്. அப்படிப்பட்ட ഒരു വലയിലൂടെ தான் ക്രിസ്തുവിനെ ഉങ്ങൾക്കുള്ള ഊറ്റപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മനോഹരമായ AC-ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലാപ്ടോപ്പും ആധുനിക സജ്ജീകരണം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങൾക്കറിയൂ. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നുമില്ലാതെ കഷ്ടതയോടെ രാത്രിയിലിരുന്ന് കരഞ്ഞ് 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 നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെട്ട ഒരു ദൈവഭൃത്യനുള്ളത് കൊണ്ടാണ് ഇത് രാത്രി നിങ്ങൾ ഈ സന്തോഷത്തെ പങ്കുവെക്കുന്നത്. ദൈവത്തിന് ஹalleluya. praise the Lord. hallelujah. hallelujah. இப்போ நமக்கு ஹalleluya எல்லாமே இருக்குது. ஹalleluya. praise the Lord. hallelujah. ஒண்ணுக்கும் குறைவில்லை. ஹalleluya. ஆனால் கடந்த நாளுகளில் நமக்காக ஹalleluya praise the Lord சிச்சுவேஷன் உருவாக்கும்படி ஹalleluya அழுது ஜெபிச்ச ஹalleluya ஒரு ஊழியக்காரன் இருக்குது. ஹalleluya. அதனால தான் இன்னைக்கு இந்த ஆசீர்வாதம் நமக்கு வந்து விட்டிருக்குது. ആ പ്രസവ വേദനയുടെ ഫലമാണ് നിങ്ങൾ ഓരോരുത്തരും. அந்த வேதனையோட பலன் தான் ஹalleluya இன்னைக்கு நமக்கு இவ்வளவு ஆசீர்வாதங்களை ஆண்டவர் കൊടുത്തது. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ഉള്ളിൽ ഉരുവാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ വിശ്രമിക്കുകയായിരുന്നു ലോഡ്ജില്. ഞാൻ ഇങ്ങ വന്നിട്ട് അങ്ങ് கொஞ்ச നേരം അങ്ങ് கொஞ்சம் തങ്ങി ഇരുന്നേ. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ടുവരാൻ വേണ്ടി അണ്ണൻ രാജായെ വിട്ടു. കൂട്ടിട്ട് വരുന്നതുക്കാக രാജായെ അനുപ്പണേ. അണ്ണ എനിക്ക് നല്ല ചായ തന്നിട്ടു. നല്ല ടീ കൊടുത്തിട്ട്. നല്ല ചായയാണ്. കേരളത്തിലേക്കാളും നല്ല ചായയാണ് തമിഴ്നാട്ടുകാരുടെ ചായ. കേരളത്തോടെ നല്ല വിശേഷവിധമാണ് ചായ. ഞാൻ ചോദിച്ചു അണ്ണനോട്, അണ്ണാ രൂപൻ പാഷ എപ്പോൾ വരും? ഞാൻ കേട്ടേ പാസ് എപ്പോൾ വരും എന്ന് കേട്ടെ. ഇപ്പൊ വരും சொன்னேன். ഞാൻ നോക്കുമ്പോൾ ഈ സ്ക്രീനിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ ശ്രദ്ധിക്കുക, കാറ് വരുന്നുണ്ടോ. நான் பார்க்கும்போது லேப்டாப்பில் இப்படியே பார்த்துட்டே இருக்குது, கால் வருதான்னு. ക്യാമറ പറയും കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാറിന്റെ സത്തത്തെ കേൾക്കറേ. ആമേൻ. ആമേൻ. അത്ര ശ്രദ്ധിച്ചിരിക്കുക. അവളോ ഗൗനമായിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ നിന്ന് വന്നു, ഇവിടെ ഇരിക്കുന്നു. ഞാൻ അങ്ങേന്ന് വന്ന് ഇങ്ങനെ ഉட்கார்ந்திருக்கிறேன். ആ സമയത്ത് அந்த நேரத்தில் എൻ്റെ മനസ്സിലൂടെ ഞാൻ ഈ അണ്ണനെ ശ്രദ്ധിക്കുന്നതെല്ലാം കണ്ടു. എൻ്റെ മനസ്സിൽ ഞാൻ ഇതെല്ലാം பார்த்துட்டு അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. അപ്പോൾ എനിക്കുള്ള ഒരു ചിന്തന വന്നു വിട്ടത്, എത്ര രാത്രികളിൽ എവ്വളോ രാത്രികളിലെ ആമേൻ വേദനയോടെ കണ്ണുനീരോടെ കരഞ്ഞിട്ടുണ്ട്. அந்த வேதனை அந்த வலியோடு கூடி அழுத நாளுகள் இருக்குது. ആത്മാക്കളെ കാണാൻ വേണ്ടി, ആവിക്കുரிய പിള്ളകളെ பார்க்காதபடி, പുതിയ കുടുംബങ്ങളെ കാണാൻ വേണ്ടി, പുതിയ കുടുംബങ്ങളെ സന്ധിക്കുമ്പടി. ആമേൻ. ആമേൻ. അങ്ങനെ അനേക രാത്രികൾ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഫലവേദനയുടെ ഫലമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എവ്വളോ രാത്രികളിൽ അഴുത് ജപിച്ച ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതിന്റെ ഒരു അത്ഭുതം താ ഇന്നേക്ക് നിങ്ങളെല്ലാം ഇങ്ങനെ ഉட்கார்ந்திருக்கிறது. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. അതിനാൽ ഒരു വിഷയത്തെ ഞാൻ சொல்லுகிறேன். ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവാൻ വേണ്ടി, ക്രിസ്തു നിങ്ങളിൽ ഉരുവാക്കുമ്പടി, നിങ്ങളുടെ ദൈവഭൃത്യൻ ആരോ അദ്ദേഹം, ഉങ്ങളുടെ ഹല്ലേലൂയ ഊഴിയക്കാരൻ ആരോ അവരെ രാത്രിയുടെ യാമങ്ങളിൽ സഹിച്ച വേദനയാണ് ഓരോ ഞായറാഴ്ചയും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കിട്ടുന്ന സ്വർഗീയ സന്ദേശം എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ അഴുതി ജപിച്ചത് ഹല്ലേലൂയ அந்த കാരണത്താലതാ ഹല്ലേലൂയ ഇന്നേക്ക് നിങ്ങൾ ഇങ്ങനെ ഉட்கார்ந்திருக்கிறது. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ക്രിസ്തു ഉങ്ങളിൽ
ഉരുവാക്കപ്പെട വേണം. ഉരുവായാൽ മാത്രം പോരാ. ഉരുവാക്കപ്പെട്ട മട്ടും പോതാതെ. എഫെസ്യ ലേഖനം 3-17 എഫെസ്യ നിരൂപം 3-17 വേഗത്തിൽ വായിക്കാം. സീക്രமாக படியுங்களே. ആമേൻ. ജനിച്ചാൽ പോരാ, വിശ്വാസത്തിൽ ക്രിസ്തു നിന്റെ ഉള്ളിൽ വളരണം. പെറ്റെടുക്കപ്പെട്ടാൽ പോരാ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നമ്മൾ വളര വേണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 എത്രത്തോളം വളരണം? എവ്വളോ നമ്മൾ വളര വേണം. കർത്താവ് പറഞ്ഞിട്ടുണ്ടില്ലയോ? വളരണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അല്ലേ? വളരണമെന്ന് ചൊല്ലിയിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സഭ വളരണം. അപ്പോൾ തന്നെ വ്യക്തിപരമായ നിന്റെ ആത്മീക ജീവിതവും വളരണം. നമ്മ സഭ വളര വേണം. അതേപോലെ നമ്മുടെ ആവിക്കുரிய വാഴികയിലും നമ്മൾ വളര വേണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭ വളർന്ന് അനേകം കുഞ്ഞുങ്ങളുണ്ടായിട്ട് കാര്യമില്ല. സഭയ്ക്കകത്ത് മുതിർന്നവരും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ വളർന്ന് അനേക കുട്ടികൾ പെറ്റെടുക്കപ്പെട്ടത് പോരാതെ പ്രൈസ് ദി ലോർഡ് അനേക കുടുംബങ്ങൾ വളര വേണം. ആമേൻ. ആമേൻ. സൺഡേ സ്കൂൾ ആകരുത്. അനുദിനം വളരുന്ന ആത്മാവിൽ വളരുന്ന സഭയായി മാറണം. നമ്മ സൺഡേ ക്ലാസ് പിള്ളകളായിരിക്ക കൂടാതെ നമ്മൾ അനുദിനവും വളരുന്നവരായി മാറ വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എഫേസ്യ ലേഖനം 4 പറയുന്നു, ക്രിസ്തു എന്ന തലയോളം വളരണം. അതിനാലെ പൗലോസ് ചൊല്ലുകിற എഫേസ്യർ നിരൂപത്തിൽ ചൊല്ലുകിற ക്രിസ്തു എന്ന തലയ്ക്കൊത്ത പോലെ നമ്മൾ വളര വേണം. എന്നാൽ പലരും വളരുന്നില്ല. പലരും ഇന്നേക്ക് വളരാമ ഇരിക്കുന്നത്. ആമേൻ. ആമേൻ. സ്തോത്രം. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ಅದಕ್ಕೆ ಕಾರಣವನ್ನು ಕೇಟ 1 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ നിരൂപം 3-ാമത്തെ അധ്യായം 3-ാം അധികാരം 1 മുതൽ വാസിക്കും. 1 കൊരിന്ത്യർ 3-ാം അധികാരം 1 മുതൽ. ഓ ആ ആ ഞാൻ നിങ്ങളെ ആവിക്കുരിവർ എന്ന് എണ്ണി ഉങ്ങളോട് பேசல் கூடாமல் மாம்சத்தில் குறியவர் எங்கும். ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയരോട് എന്ന പോലല്ല, ആത്മീയരോ ആവിക്കുரிய പിള്ളകളോട് എന്ന പോലല്ല, ശിശുക്കളോട് എന്ന പോലെ, കുഴന്തകളോട് എന്ന പോലെ. ആമേൻ. ആമേൻ. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? കുഴന്തകളുടെ വിശേഷത എന്നാ? എപ്പോഴും അവരുടെ കൂട്ടത്തിൽ നടക്കണം. എപ്പോഴും അവങ്ങളോട് ചേർന്ന് നടക്ക വേണ്ടിയത്. എപ്പോഴും അവരുടെ കൂട്ടത്തിൽ നടക്കണം. എപ്പോഴും അവങ്ങളോട് ചേർന്ന് നടക്ക വേണ്ടിയിരിക്കുന്നത്. പാസ്റ്റർ എപ്പോഴും കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയതയുള്ളൂ. പാസ്റ്റർ എപ്പോഴേ കൂടെ ഇരുന്നാത്ത ആവിക്കുரிய വല്ലമയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ ഒരു വിഷയം നടന്നത്. സഭ ഞാൻ പറയില്ല, സഭ சொல்ல മാട്ടെ. ഒരു സഭയിൽ നിന്ന് ഒരു കുടുംബം മാറിപ്പോയി. அந்த സഭയെ വിട്ട് ഒരു കുടുംബം വിട്ട് വിളകിയിട്ട് ഞാൻ ആ സഭയുടെ പാസ്റ്ററോട് ചോദിച്ചു, എന്താ പാസ്റ്റർ ആ കുടുംബം പോകാൻ കാരണം? ഞാൻ அந்த സഭയിലെ ഊഴിയക്കാരോട് കേട്ടെ, എന്നാ அந்த കുടുംബം വിട്ട് വിളകുന്നതിന് കാരണം എന്നാന്ന് കേട്ടെ. അപ്പൊ പാസ്റ്റർ പറഞ്ഞ അതിന്റെ റീസൺ ഇതാണ്. പാസ്റ്റർ അപ്പൊ சொன்ன വിഷയം ഇതാണ്. ആ വീട്ടിലെ ആന്റിക്ക് പനി വന്നു. ആ വീട്ടിലെ ആന്റിക്ക് அந்த സഹോദരിക്ക് ജ്വരം വന്നു വിട്ടത്. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അവങ്ങളെ ഹോസ്പിറ്റലിലെ മരുത്തുമനയിൽ ചേർക്കപ്പെട്ട്. പാസ്റ്റർ അവരെ കാണാൻ ചെന്നില്ല. പാസ്റ്റർ അവരെ പാക്കുംപടി പോവില്ല. അതുകൊണ്ട് അവർ സഭയിൽ നിന്ന് പോയി. അതിനാലെ அவங்க സഭ വിട്ട് വിളകിയിട്ട്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണോ ക്രിസ്തീയ ജീവിതം? അതാണോ ക്രിസ്തുവ വാഴുക? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്ത് കൊടിയ പീഡനങ്ങൾ വരാൻ പോകുമ്പോൾ, ഇന്ത്യ ദേശത്ത് കൊടിയതാന പീഡനങ്ങൾ കടന്നു വരാൻ പോകുന്നത്. ക്രിസ്തു ഉള്ളിലില്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? ക്രിസ്തു ഉള്ളത്തിൽ ഇല്ലവിട്ടാൽ എപ്പിടി നമ്മൾ പിടിച്ച് നിൽക്ക മുടിയും? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധന മുടക്കുകയും വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നീ മനസ്സിലാക്കണം, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വലിയ കൊടുങ്കാറ്റ് നിന്റെ വിശ്വാസത്തിനെതിരെ കടന്നു വരാൻ പോകുന്നു. അതുകൊണ്ട് നീ രാത്രി ക്രിസ്തുവിൽ വളരണം. ചിന്ന ചിന്ന പ്രശ്നങ്ങളെ ചൊല്ലി നമ്മൾ സഭ വിട്ട് വിളകുമ്പോൾ നമ്മൾ പുരിന്തുകൊള്ള വേണം. ഇതോടെ പെരിയ വിഷയങ്ങൾക്കുള്ള இந்த ഉലകം കടന്നു പോകപ്പോകര. അന്നേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ആണ്ടവർക്കുള്ള നിൽക്കാൻ മുടിയും. വായിച്ചാട്ടോ. ദൈവത്തിന് സ്തോത്രം. ജഡികരുടെ എന്ന പോലെ കൊരിന്ത്യർ ലേഖനം. ആമേൻ. ആ ആ ആ ആ ആ
ആ ആ അല്ലല്ലോ, ഇപ്പോഴും നിങ്ങൾക്ക് ബലമില്ല. എന്തല്ല ആരാധനയല്ല, വചനധ്യാനമല്ല നിങ്ങളുടെ ഇടയിൽ. ഇപ്പോഴും നിങ്ങളുടെ ശണ്ടയും കലകവും ഭിന്നതയും പിണക്കവും മാത്രം വെച്ചോണ്ടിരിക്കാതെ இப்போ பிரைஸ்துலோ ஹalleluya உங்களுக்குள்ள இப்பவும் ஹalleluya ஆராதனை கிடையாது, ஜெபம் கிடையாது ஹalleluya. இன்னும் நீங்க ஹalleluya அடுத்தவனுக்கு விரோதமாய் பேசுகிற, அடுத்தவனுக்கு துரோகம் பண்ணுகிற ஹalleluya அந்த கலக்கத்தை உண்டு பண்ணுகிற அப்படிப்பட்ட விஷயங்களோட இனிமே வாழக்கூடாது ஹalleluya. ഹല്ലേലൂയ. ശണ്ടയും കലകവും പിണക്കവും എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവവചനത്തിൽ അവൻ വളരാൻ കഴിയണം. உங்களுக்குள்ள இருக்கிற எல்லா கலக்கங்களை ஹalleluya பிரிவினைகளை எடுத்து போட்டு ஆண்டவருக்குள்ள நீங்கள் வளர ஆரம்பிக்க. ആമേൻ. ശണ്ടയും കലകവും ഉണ്ടെങ്കിൽ കർത്താവ് പറയും അത് ശൈശവാവസ്ഥയിലാണ്. இப்படிப்பட்ட சண்டையும் கலக்கமும் ஹalleluya பிரிவினையும் இருந்தா ஹalleluya இன்னும் நீங்கள் ஹalleluya பிரேத்த குழந்தைகளாய் இருக்கிற ஹalleluya. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹalleluya. ഇനി ഒരു ദൂത് പറയാ ഞാൻ. ഇനി ഒരു ദൂത് சொல்லுகிறேன் ഹalleluya. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും ധാരാളം. நம்ம ஜெபம் பண்ணுகிற அதிகமா ധാരാളം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഏരാളமான விஷயங்களுக்காக நம்ம ஜெபம் பண்ணுகிறேன். നമ്മൾ ദേവനുടെ മക്കൾ തന്നെയാണ്. നമ്മൾ ദേവനുടെ പിള്ളകളാണ്. പക്ഷെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് യാതൊരു വിടുതലും മറുപടി ലഭിക്കുന്നില്ല. ആന ജെപം பண்ணிட்டும் ஹalleluya எந்த விடுதலும் கிடைக்கவில்லை. ദേവനുടെ പിള്ളകൾ തന്നെയാണ്. ദേവനുടെ പിള്ളകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് മറുപടി ലഭിക്കാത്തത്? എന്ത കാരണത്തിനാലേ നമുക്ക് ബദൽ கிடைக்காம ഇരിക്കുന്നത്? എല്ലാവരും കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്, പിശാചി ശത്രു തടയുന്നതാണ്. എല്ലാവരും சொல்லுகிற ഒരു വിഷയം இருக்குது, ശത്രുവാകുന്നവൻ തടയ பண்ணுகிறேன். ശത്രുവിന് അതിനൊന്നും സമയമില്ല. ശത്രുക്ക് அதுக்கு നേരം கிடையாது. ഇന്ത്യയിൽ 600 ലോകത്തിൽ 600 കോടിയിൽ പരം ജനമുണ്ട്. 600 പരം കോടികൾ ജനങ്ങൾ இருக்குது. അത്രയും ജനത്തിനിടെ പോയി പ്രവർത്തിക്കാൻ പോകുമ്പോൾ നമ്മളെ പോലെ 10-30 പേരുടെ വരെ സമയമില്ല. ശത്രു പോയി பேசுறதுக்கு ஹalleluya அப்ப நமக்குள்ள எப்படி வருவே? അവൻ വലിയ വലിയ പ്രൊജക്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പെരിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ കൂട്ടത്തെ അവൻ ആവശ്യമില്ല. இந்த சின்ன கூட்டத்தை അവർക്ക് தேவையில்லை. എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്? കാരണം ഹല്ലേലൂയ இந்த ஜெபத்துக்கு பதில் இல்லை. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം, ഗലാത്യ നിരൂപം 4-ാം അധികാരം 1 മുതൽ വായിക്കൂ. 1 മുതൽ വാസിங்க. ആ ആ ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവൻ സകലത്തിനും അധികാരിയാണെങ്കിലും പ്രൈത്തുല കുഴന്തയായിരുന്നാലും സകലത്തിനും ഉടയവനായിരുന്നാൽ യജമാനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളവനല്ല. യജമാനേക്കാൾ ഒട്ടും വ്യത്യാസമില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിശാച് തടഞ്ഞതാണോ പിശാച് ശത്രു തടഞ്ഞതാണോ നിങ്ങളുടെ ബ്ലെസ്സിംഗ്? പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് യോസിപ്പാക്ക് പിശാച് തടയപ്പെട്ടതോ ശത്രു തടയപ്പെട്ടതോ? അങ്ങനെയല്ല. ശത്രു തടഞ്ഞതാണോ നിന്റെ ബ്ലെസ്സിംഗ്? ഇത്ര ഞാൻ ചോദിച്ചുള്ളൂ. ശത്രു തടയപ്പെട്ടതാണ്. ആണോ? എന്താ വചനം പറയുന്നത്? വചനം എന്താ പറയുന്നത്? വചനം എന്നാ சொல்றது? പഠിங்க. ആ ആ ആ സ്വതന്ത്രവാലിയാണവൻ, എല്ലാത്തിനും അവൻ യജമാനായിരുന്നും. അവൻ ആരാ? യജമാനനാ. പക്ഷെ ആരാ? അവകാശിയാ. പക്ഷെ ആരാ? ശിശുവാ. അധികാരിയാ. ആരാ? ശിശുവാ. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? വളരാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല അനുഗ്രഹങ്ങൾ? എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല, ശത്രു തടഞ്ഞത് കൊണ്ടല്ല, നീ ക്രിസ്തുവിൽ വളരാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല. എന്ത കാരണത്താൽ നമുക്ക് ബദൽ കിടക്കാമ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ വളരാത്തതുക്ക് കാരണം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഹല്ലേലൂയ കുഴന്തയായിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശരിയാണോ? ശരിയാണോ? അതുകൊണ്ട് ഇന്ന് രാത്രി പോയി കിടന്ന് രാത്രി ശാസിക്കേണ്ട പിശാചിനെ. അതിനാൽ ഇന്നേക്ക് നൈറ്റ് പോയിട്ട് ഹല്ലേലൂയ എന്താ പിശാചിനെ നമ്മൾ ഹല്ലേലൂയ തുരത്ത വേണ്ട. ഹല്ലേലൂയ. ആമേൻ. പിശാചിനെ ബന്ധിക്കണ്ട. പിശാചിനെ ഹല്ലേലൂയ പ്രൈസ് ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവേ, എന്നെ ആത്മാവിൽ വളർത്തുവാൻ കൃപ തരണമേ. കർത്താവേ, നിന്റെ വചനപ്രകാരം ആത്മാവിൽ വളരാൻ എന്നെ സഹായിക്കണമേ. ഒരേ ഒരു വിഷയത്തെ ചൊല്ലുകളെ ആണ്ടവരെ ഹല്ലേലൂയ ആവിക്കുரிய வாழ்க்கையில் ഇന്നേക്ക് ഹല്ലേലൂയ എന്നെ ഒന്ന് വളരുംപടി ഉദവി ചെയ്യും.
ആണ്ടവരെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശരിയല്ലേ? ഉണ്മതാനെ വചനം തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ എത്രയോ അന്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വസനം ശരിയാമ നിലയിൽ നമ്മ പുരിന്തു കൊള്ളാത്തപടിയിനാലത അതിന്റെ ശരിயான മർമ്മങ്ങളെ വെളിപ്പെടാമായിരിക്കുന്നത്. നീ വളർന്നതനുസരിച്ച് ദൈവം എന്ത് ചെയ്യും? നിന്നെ പ്രാപ്തനാക്കും. നീ വളർന്നാൽ ഹല്ലേലൂയ അത് കേറ്റപടി ആണ്ടവർ നിന്നെ ഹല്ലേലൂയ അവൻ ഉരുവാക്കപ്പെടും. ഹല്ലേലൂയ. അവസാനം ഒരു വാക്ക് പറഞ്ഞാൽ നിർത്താം. ദൈവത്തിന് സ്തോത്രം. കടസിയാക ഒരു വസനം കൂടെ ചൊല്ലിതാ ഞാൻ നിർത്തരേ. വളരുന്നതനുസരിച്ച് ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ. എപ്പടി നമ്മൾ ആണ്ടവർക്കുള്ള വളരുതോ അത് കേറ്റപടി ആണ്ടവർ നമ്മെ ആശീർവദിപ്പാർ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വളരണം? എപ്പടി നമ്മൾ വളര വേണം? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ടിൻ ഫുഡ് കഴിച്ച് വളരുന്ന പിള്ളേരെ കണ്ടാൽ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഫുഡ് കഴിച്ച് ഫുഡല്ല, ടിൻ ഫുഡ്. ടിൻ ഫുഡ് ടിൻ ഫുഡ്. ടിൻ ഫുഡ് சாப்பிட்டு വളരുന്ന കുഴந்தைகள் இருக்குது. എങ്ങനെ ഇരിക്കും? எப்படி இருக்குது அவங்க? நல்ல குண்டாக இருக்குது. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഫാമിലി ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഫാമിലി ഫുഡ് കഴിക്കുന്നവർക്ക് സ്ട്രെങ്ത് ഇരിക്കും, ബലം ഇരിക്കും. ഞങ്ങൾ നാട്ടിൽ പറയുന്നുണ്ട് ബ്രോയിലർ ചിക്കൻ ഉണ്ട്. ஆமாம், எங்கள் ஊரில் சொல்லுவேன் ப்ரோயிலர் சிக்கன் இருக்குது, நாட்டுக்கோழி ப்ரோயிலர். ஆமாம், அதே மாதிரி வருவேன். ஹல்லேலூயா பிரைஸ் சொல்லுவா. வேற ஸ்ட்ரெങ്ത് தான். നമ്മൾ എങ്ങനെ വളരണം? நம்ம எப்படி വളരണം? പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം. 1 പേതുരു 2-ാം അധികാരം. 1 പേതുരു 2-ാം അധികാരം എത്രാം വസനം? 1-ാം വാക്യം. 1-ാം വസനം. നല്ല വാക്യമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മലയാളത്തിൽ സകല അസൂയ എന്നാണ്, മലയാളത്തിലെ തമിഴാണ് സകല ദുർഗുണത്തെയും സകലവിധ കപടത്തെയും. ഈ കപടത കാണിക്കുന്നത് ആരാണ്? இந்த വഞ്ചന കാട്ടുന്നത് യാരിതാ? ജാതികളാണോ ദൈവമക്കളാണോ? ജാതികളായിരിക്കുതാ ആണ്ടവർ പിള്ളകളായിരിക്കുതാ? ലാബാനോട് കള്ളത്തരം പറഞ്ഞത് ആരാ? ലാബാനുക്ക് പോയി சொன்னது யாரு? റാഹേല് അല്ലയോ? ലോകം അത്രയും കള്ളം പറയില്ല, ദൈവമക്കളാണ് കൂടുതലും കള്ളം പറയുന്നത്. ഉലകം അന്ത അളവുക്ക് പോയി சொல்லாது, ആണാ പിള്ളകൾ தான் പോയി சொல்லுது. ഗേഗസി പ്രവാചക ശിഷ്യൻ എന്ത് വരുന്നു? വ്യാജം പറഞ്ഞു. കർത്താവിനെ ഞാൻ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വായിക്കൂ. തിരുവചനമാണ് പാല്, മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഹല്ലേലൂയ. ഇത് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് വളർച്ച ഉണ്ടാവില്ല. ഇത് നമ്മുടെ വാഴിക ചെയ്യാത്ത കാലത്തോളം നമുക്ക് എന്താ ഇതും കിടയാതെ. നമുക്ക് 23-ാമത്തെ സങ്കീർത്തനം അറിയാം, 91-ാമത്തെ സങ്കീർത്തനം അറിയാം, ആമേൻ, 103-ാമത്തെ സങ്കീർത്തനം അറിയാം. അതിനപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്ത്? ദാനിയേൽ പുസ്തകം തുറന്നു നോക്കത്തില്ല, സദൃശവാക്ക് അത്രയും പോലും നമ്മൾ നോക്കില്ല, വെളിപ്പാട് പുസ്തകത്തിൽ ശ്രദ്ധിക്കാറിയില്ല. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് രക്ഷയ്ക്കായി വളരുവിൻ. മായമറ്റ ഹാലില് പാല്, വസനമാകുന്ന പാല് കുടിച്ച് നമ്മൾ രക്ഷയ്ക്കാകെ വളർന്ന് നിർത്തുകയാണ്. വളർന്നാൽ പ്രാപ്തിയാകും. നമ്മൾ തകുതിയുള്ളവരായി മാറ്റപ്പെടുവാൻ. ഇനി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാൻ പറയുന്ന വാക്ക് ഞാൻ പറയാം. വീട്ടിൽ പോയി പഠിക്കുക. കൊലോസ്യ ലേഖനം 1:12 പറയുന്നു. കൊലോസ്യ നിരൂപം 1-ാം അധികാരം 12-ാം വസനം ചൊല്ലുകേ. ഇരുട്ടിന്റെ അധികാരം, പിശാചിന്റെ അധികാരം, ഇരുട്ടിന്റെ അധികാരം നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചല്ലോ. ആമേൻ. അടുത്ത മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ അനുഗ്രഹം വെളിച്ചങ്ങളുടെ വരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെ പ്രാപ്തീകരിച്ചിട്ടേ
ദൈവം നമുക്ക് അനുഗ്രഹം തരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ആണ്ടവർക്ക് ഏറ്റ തകുതിയുള്ള പാത്രമായി മാറ്റിയതുക്കപ്പുറം താൻ ആണ്ടവർ നമ്മെ ആശീർവദിപ്പാർ. പ്രാപ്തിയാകാത്തോളം കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കില്ല. നമ്മൾ തകുതിയുള്ളവരായി മാറ്റപ്പെടാത്തടത്തോളം കാലം ആശീർവാദം വരാതെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ആശീർവദിപ്പാർ. സമയം എനിക്കറിയില്ല, എന്തെങ്കിലും സമയം വളരെ മുമ്പോട്ട് പോയി ഞാൻ വിചാരിക്കുന്നു, ക്ഷമിക്കൂ. സമയം എനിക്ക് തെരിയില്ല, ആണാലും നേരം അധികമായി എടുത്തിട്ട് നീങ്ക മന്നീങ്ക. കർത്താവിൻ്റെ ദാസനും ദാസിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവ് ധാരാളം പാസ്റ്റർക്കും കുടുംബത്തിനും എല്ലാം എൻ്റെ നന്ദിയെ തെരുവിക്കരേ. ഹല്ലേലൂയ.